പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SLC മലയാളം പരീക്ഷ എത്താറായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത് മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് എന്ന ക്രമത്തിലായിരിക്കും പരീക്ഷ വരുന്നത്. ഏനും എല്ലാ കൂട്ടരും നന്നായി പരീക്ഷയൊക്കെ തയ്യാറായി കാണും എന്ന് വിചാരിക്കുന്നു. മോഡൽ പരീക്ഷയൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എങ്ങനെ മാർക്ക് സ്കോർ നിലവാരം മെച്ചപ്പെടുത്തുക, ഏറ്റവും മിടുക്കർക്കും അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് സുജന ടീച്ചർ പറയുന്നത്. ഏതിനും നമുക്ക് പരീക്ഷയെ നമ്മൾ പ്രതീക്ഷയോടെ തന്നെ നേടുക. നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെ നമ്മൾ പരീക്ഷയെ നേടുക. മലയാളം നമ്മൾ ആദ്യത്തെ പരീക്ഷയാണ്. ആ പരീക്ഷ സന്തോഷത്തോടെ ഇറങ്ങും. നമ്മൾ മനസ്സിൽ കാണുക, ഏകദേശം ഒരു നന്നായൊരു ചോദ്യത്തിനൊക്കെ നമുക്ക് എഴുതാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയോട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇനി ഒരു അവസാനവട്ട തയ്യാറെടുപ്പ് നടത്തുക. എങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം മലയാളം ഫസ്റ്റിൻ്റെ പാഠങ്ങൾ ഏതൊക്കെയാണ്, ആ ഓരോ പാഠവും എഴുതിയത് ആരാണ്, അത് നോവലാണോ കഥയാണോ കവിതയാണോ എന്ന രീതിയിലൊന്ന് ഒരു പേജിൽ എഴുതി പഠിക്കുക. ഇപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു മോഡൽ ചോദ്യം ഉണ്ടാവാം. അത് പാഠഭാഗം നിന്നിട്ട് അതിൻ്റെ ലേഖകനെയും അത് കഥയാണോ കവിതയാണോ അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചിലപ്പോൾ മാതൃക അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് അല്ലാതെ തന്നെ ഉപയോഗപ്പെടും. അതായത് ഒരു ചോദ്യം വരുമ്പോൾ അതല്ലെങ്കിൽ ലക്ഷ്മണ സാന്ത്വനം എഴുതിയ എഴുത്തച്ഛനാണ്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ശ്രീരാമൻ ലക്ഷ്മണനാണ് കഥാപാത്രം. ഇങ്ങനെ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് മിടുക്കർക്ക് അത് അതിൻ്റെ രീതിയിൽ എഴുതാറിയാം. അല്പം ശരാശരിക്കാർ അതിന് താഴെ നിൽക്കുന്നവർക്ക് തന്നെ ഇത്രയൊക്കെ എഴുതി വരുമ്പോൾ തന്നെ ഒരു ഏതെങ്കിലും 1/4 പേജോളം തന്നെ എത്തും. അത് എഴുതിയത് ആരാണ്, കഥയാണോ കവിതയാണോ, എന്താണ് അല്ലെങ്കിൽ കഥ, അതിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആരാണ് എന്നൊക്കെ ഒരു സൂചന കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ പരീക്ഷ എഴുതി വരുമ്പോൾ തന്നെ ഒരു ഇംപ്രഷനും വരും. അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു 2 മാർക്കിനുള്ള മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ പാഠഭാഗം, ലക്ഷ്മണ സാന്ത്വനം അല്ലെങ്കിൽ അത് എഴുതിയോഗം, അങ്ങനെ പാവങ്ങൾ, ഓരോ പാഠവും മനസ്സിലാക്കിയിട്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ, അത് നോവലാണോ കഥയാണോ കവിതയാണോ ആരാണ് എഴുതിയെന്ന രീതിയിൽ തന്നെ കൃത്യമായ ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതി ഇനിയും തയ്യാറായി പഠിച്ചു നോക്കൂ. ഏത് ചോദ്യം വന്നാൽ നമുക്ക് അതുമായി ബന്ധിപ്പിച്ച് എഴുതി വയ്ക്കാൻ നോക്കും. അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പ്രധാനമായും വരുന്ന ഒരു വിഗ്രഹിക്കാനും മറ്റുള്ള കാര്യങ്ങൾ നമുക്കത് ആ സന്ദർഭവും അർത്ഥവും ഒക്കെ മാനിച്ച് വേണം നമ്മൾ വിഗ്രഹിക്കേണ്ടത്. അപ്പോൾ തലയിലെ വേദന നമ്മൾ തലയാകുന്ന വേദന അല്ലാതെ തലയിലെ വേദനയായിരിക്കും ശരി. അങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി തന്നെ വിഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. പിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പം ചില വാക്കുകളൊക്കെ തെറ്റുള്ള ആദ്യസന്ധിയിലൊക്കെ വരുമ്പോൾ ചോദ്യങ്ങളുണ്ടാവാം. കേളധികം തൂവാണ് കേട്ടു എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ അധികം ടു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എഴുതാமல் ശരിയാണെന്ന് തോന്നും. അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങളുണ്ടാവാം. സന്ധിയൊക്കെ അല്പം ശരാശരി നിലവാരക്കാരെയും മിടുക്കരെയൊക്കെ ഉദ്ദേശിച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പം അവിടെ അല്പം പ്രയാസമുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ 1 മാർക്കുള്ള ചോദ്യങ്ങൾ, 2 മാർക്കുള്ള ചോദ്യങ്ങൾ, 4 മാർക്കുള്ള ചോദ്യങ്ങൾ, 6 മാർക്കുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ. എല്ലാ ചോദ്യവും നമുക്ക് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ആദ്യം നന്നായെന്ന് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. അവസാനം നമുക്ക് ചോയ്സ് എഴുതാൻ സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മൾ ടീച്ചർ ഏകദേശം പേർക്കും പറയുന്നത് ഉപന്യാസ ചോദ്യങ്ങൾ ആദ്യം എഴുതി പോകുന്നതാണ് നല്ല എന്ന രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടവണ്ണം എഴുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ 4 മാർക്കുള്ള ചോദ്യം എഴുതുമ്പോൾ എന്ത് ആവശ്യമില്ലാതെ വാരി വലിച്ച് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അവസാനം നമുക്ക് ഉപന്യാസ ചോദ്യം വരുമ്പോൾ നന്നായിട്ട് എഴുതാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഉപന്യാസ ചോദ്യങ്ങൾ എഴുതിയിട്ട് ഏകദേശം ഒരു പൂർണ്ണതയിൽ വരുത്തിയതിന് ശേഷം നമുക്ക് 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ എഴുതി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം അത് കീപ്പ് ചെയ്യാൻ വെക്കും. അതിപ്പോഴും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സമയം കീപ്പ് ചെയ്ത് ഓരോ ചോദ്യത്തിന് എത്ര മിനിറ്റ് നമുക്ക് എടുക്കാമെന്നൊരു ധാരണയിൽ തന്നെ നിങ്ങൾ സമയത്തെ വിഭജിച്ചതും ചെയ്ത് നോക്കുക. നമുക്കൊരു 1.5 മണിക്കൂറാണല്ലോ. അപ്പോൾ ആ മണിക്കൂറിന് നമ്മളെ ഓരോ ചോദ്യത്തിന് എത്ര മിനിറ്റ് കൊണ്ട് എടുക്കാം എന്നൊക്കെ ഒരു നിശ്ചയത്തോടെ പോയാൽ നമുക്ക് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതി ഫലവത്താക്കാൻ കഴിയും. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യുന്നതിലാണ് കാര്യം. നമ്മൾ ആദ്യം എഴുതുന്ന ചോദ്യം മാക്സിമം എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് അത്ര മാർക്ക് കിട്ടത്തുള്ളൂ. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എല്ലാ ചോദ്യങ്ങളും എഴുതിയൊന്ന് ഉറപ്പാക്കുക. ചോദ്യം നമ്പരെല്ലാം ഇട്ടൊന്ന് നോക്കുക. പേജ് നമ്പർ ഇട്ട് പോവുക. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ കുത്തിക്കെട്ടുന്ന സ്ഥലത്തോട്ട് നമ്മൾ ചോദ്യം നമ്പർ ഇടാതിരിക്കുക. പലപ്പോഴും അത് പലർക്കും മാർക്ക് കിട്ടാതെ പോകുന്നൊരവസ്ഥ. അതായത് നമ്മൾ പേജിനുള്ളിലോട്ട് ഇട്ടേക്കുന്ന നമ്പർ ചിലപ്പം കാണത്തില്ല. വാല്യൂഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റുന്നൊരിതാണ്. പിന്നെ നമ്മൾ പേജൊക്കെ ഇളക്കി ഇങ്ങനെ മാർക്ക് കൂട്ടി വരുമ്പം A+ കിട്ടുന്നൊരു കുട്ടിയാണല്ലോ കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ പേജൊക്കെ മറിച്ചും തിരിച്ചും കുത്തിക്കെട്ടിയ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ അടിയിലൊക്കെ നമ്പർ കിടക്കും. അത് ചിലപ്പോൾ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ ശ്രമിക്കുക. വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലും എഴുതാനായിട്ട് ശ്രമിക്കുക. തീരെ കുഞ്ഞക്ഷരം അല്ലാതെ പോകുന്ന രീതിയിൽ നമ്മൾ തീരെ കുഞ്ഞായപ്പോൾ പോകാതെ എഴുതാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം.
അപ്പോൾ നമുക്കിനി പ്രധാന ഭാഗങ്ങളിലേക്ക് വരാം. പരീക്ഷയുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നതിനെക്കുറിച്ച് സൂചന പറയാം. നമ്മളെ എല്ലാ ടീച്ചർ പറഞ്ഞതിന് എല്ലാ പാഠഭാഗത്തിനെ കുറിച്ചും ഒരു ധാരണ വരിക. എഴുതിയതാരാണ്, പിന്നെ നോവലാണോ കഥയാണോ, പിന്നെ പ്രധാന കഥാപാത്രം, ഇന്ന പ്രമേയം, ചെറിയൊരു സൂചന കൊടുത്താൽ തന്നെ നമുക്ക് അവിടെ ഒരു 4 മാർക്കും 2 മാർക്കും നമുക്ക് എന്തായാലും വരും. അങ്ങനെ നമുക്ക് തീരെ ശരാശരിക്കാർക്കും പിന്നെ തീരെ പിന്നോക്കാവസ്ഥ നേടുന്നവർക്കൊക്കെ ജയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല മാർക്ക് നേടാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രം മതി. അത് ഇനി ആയാലും സമയമുണ്ട്. ഒരു നോട്ട്ബുക്കിലോട്ട് ഒരു പേജിലോട്ട് ഒരു പാഠത്തിന് ഒരു പേജ് എടുത്തിട്ട് അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇത്രയൊക്കെ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് നല്ല പോയിന്റുകൾ, ഓർമ്മയുള്ള പോയിന്റുകൾ നമ്മൾ അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് നമ്മൾ അല്പം മനഃപ്പാഠമാക്കി അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഈ പാഠത്തിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നല്ല ഇമ്പ്രഷൻ കിട്ടുന്നതിന് വേണ്ടി പിന്നെ ഇതൊക്കെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. നല്ല സെൻറ്റൻസുകൾ ബൈ ഹാർട്ടായിട്ട് വെച്ചിട്ട് അതങ്ങോട്ട് എഴുതി വെച്ചാൽ തന്നെ നോക്കുന്ന ടീച്ചർ നല്ല ജ്ഞാനമുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചാൽ അപ്പോഴേ തന്നെ താഴോട്ടത് വായിച്ച് നോക്കി നമുക്ക് ചിലപ്പോൾ വായിക്കണമെന്ന് പോലുമില്ല, അത്രയ്ക്ക് നമുക്ക് ഇമ്പ്രഷൻ തോന്നും. താഴോട്ട് പിന്നെ വായിച്ച് നോക്കാതെ തന്നെ നമുക്ക് മാർക്ക് വീഴുന്ന ഒരു അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അറിയാം, പിന്നെ എല്ലാ ചോദ്യത്തിനും നമ്മൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചോദ്യം വേണമെങ്കിൽ അവസാനം എഴുതാം. ഏറ്റവും ബെസ്റ്റ് മാർക്കായിരിക്കും അതിൽ നമ്മൾ അധ്യാപകർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമയം അങ്ങനെ ഇട്ട് കളയേണ്ട. നമുക്ക് മാക്സിമം എത്ര മാർക്കിന് എഴുതാമെന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം ഏതെല്ലാം ചോദ്യങ്ങളാണെന്ന് ഉറപ്പാക്കുക. അതൊരു ഏകദേശം ഒരു ടൈം കണക്കാക്കി നമ്മൾ എഴുതി പോയാൽ തന്നെ നമുക്കത് നോക്കും. ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നോക്കിയിട്ട് മാക്സിമം നമുക്ക് എത്ര മിനിറ്റ് വേണ്ടി വരുന്നു ഒരു ചോദ്യത്തിന്, എത്ര നമുക്ക് തൃപ്തിയാവുന്ന ഉത്തരമാണോ നിങ്ങളൊന്ന് എഴുതി ഒന്ന് നോക്കും. ഒരു 4 മാർക്കിൻ്റെ ഒരു 6 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങളൊന്ന് എഴുതി നോക്കിയിട്ട് ടൈം കണക്കാക്കിയിട്ട് അത് കീപ്പ് ചെയ്ത് എഴുതിപ്പോയാൽ നമുക്ക് പേടിക്കുകയും വേണ്ട. പിന്നെ നമുക്ക് ആൻസർ എഴുതുമ്പോൾ പേജ് നമ്പർ ഇടുന്ന കാര്യങ്ങളും പിന്നെ കുത്തിക്കെട്ടുമ്പോൾ അങ്ങ് അകത്തോട്ടായി പോകുമെന്നുള്ള കാര്യങ്ങളും ഓരോ പേജിലും പേജ് നമ്പർ എഴുതുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതുപോലെ ചോദ്യം നമ്പർ ഇട്ടതിന് ശേഷം അല്പം സ്പേസ് ഇട്ടതിന് ശേഷം മാത്രം എഴുതി തുടങ്ങുക. ചിലർ നമ്മൾ ആൻസർ പേപ്പർ നോക്കുമ്പം ഇപ്പോൾ 2 എന്നിട്ട് അതിൽ ചെന്ന പാ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് അത് അക്ഷരമാണോ അല്ലെ അക്കമാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചോദ്യം നമ്പർ ഇട്ടതിന് ശേഷം അല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ആൻസർ എഴുതി തുടങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മലയാളം ഫസ്റ്റ് ഇപ്പോൾ ലക്ഷ്മണ സാന്ത്വനം എന്നാണെങ്കിൽ നമുക്കറിയാം അത് ശ്രീരാമൻ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശമാണ്, എഴുത്തച്ഛനാണ് എഴുതിയത്. ആ കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. ക്രോധം തന്നെയാണ് അവിടെ മെയിനായിട്ട് വരുത്തുന്ന വിഷയം. ക്രോധം വരുന്ന അപകടങ്ങളെക്കുറിച്ചും കോപത്തെ മറികടക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുമെന്നും പിന്നെ പാഠഭാഗം നമ്മോട് പറയുന്നു. അതുപോലെ തന്നെ വരും കാലത്തായാലും ഈ സമകാലിക സമൂഹത്തിലായാലും മുൻകാലങ്ങളിലായാലും തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത അവിടെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ കാലാതീതം കാവ്യവിസ്മയം എന്നൊരു ചോദ്യത്തിൻ്റെ ശീർഷത്തിൻ്റെ ഔചിത്യം ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതാം. എക്കാലത്ത് എന്നും എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രാബല്യത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ആശയങ്ങളിലും പ്രമേയമായി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. ഇവിടെ നമുക്ക് പിന്നെ ക്രോധത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ക്രോധം ഇപ്പോൾ നമ്മുടെ പത്രവാർത്തയൊക്കെ വെച്ചുകൊണ്ടിപ്പം ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ക്രോധം വരുത്തി വയ്ക്കുന്ന പിന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് സഹോദരങ്ങളോട് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ കാമുകിയോടൊക്കെ തന്നെ നമുക്ക് ക്രോധം തോന്നുന്നു. ഒന്നായി ഒരു കുടുംബം തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ ബാല്യങ്ങൾ പോലും പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ രീതിയിലൊക്കെ നമുക്ക് ക്രോധത്തിൻ്റെ പ്രശ്നം നമുക്ക് എഴുതാനൊക്കും. പിന്നെ നമുക്ക് അതുപോലെ അവിടെ ചിലപ്പം വിഗ്രഹിക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ശ്രീരാമ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശം എഴുത്തച്ഛൻ സമൂഹത്തിന് നൽകുന്ന ഉപദേശം കൂടിയാണ്. പ്രസ്താവന വിഷയം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഈ ഒരു സൂചന നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. അതായത് നമുക്ക് എഴുതേണ്ട പോയിന്റ് നിന്ന് കാണുന്നവയെല്ലാം ശാശ്വതമല്ല, സുഖഭോഗങ്ങളും ആയുസ്സും മിന്നലിൻ്റെ പ്രഭയ്ക്ക് തുല്യമാണ്, മനുഷ്യജന്മം ക്ഷണികമാണ്, കുടുംബത്തിലെ ഒത്തുതീരെ ചഞ്ചലമാണ്, ജീവിതം സ്വപ്നതുല്യമാണ്, ഐശ്വര്യവനും അസ്ഥിരമാണ്, ദേഹനിമിത്തമുള്ള മഹാമോഹം നന്നല്ല, ലോകത്തെ ചുറ്റുവരിക എന്ന ചിന്തയ്ക്ക് കാരണം അറിവില്ലായ്മയാണ്, അറിവുള്ളവർ അതുകൊണ്ട് തന്നെ ക്രോധം ഉപേക്ഷിക്കണം, അവിവേകമല്ല വർത്തമാന സമൂഹം ക്രോധത്തിന് വശംവദരാകുന്നു. ഇത്രയും പോയിൻ്റൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് എഴുതി വെച്ചാൽ തന്നെ നമുക്കത് നല്ല മാർക്ക് കിട്ടും. പിന്നെ അത് നമ്മൾ മാർക്കിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി. പിന്നെ എഴുത്തച്ഛൻ്റെ കാവ്യശൈലി ചിലപ്പം ചോദിക്കാം. അതുപോലെ തന്നെ സമസ്ത പദങ്ങളുടെ പ്രയോഗം എഴുത്തച്ഛൻ്റെ പ്രത്യേകതയാണ് ഭാഷാശൈലിയിൽ. അതുപോലെ ഉപമ അലങ്കാരങ്ങളും പിന്നെ സമസ്ത പദപ്രയോഗം എന്നൊരു സൂചന കൂടി നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ മുഖപ്രസംഗം തയ്യാറാക്കാൻ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവാൻ വഴിയുണ്ട്. ക്രോധം വരുത്തിയിരിക്കുന്ന വിനകൾ ലക്ഷ്മണ സാന്ത്വനത്തിൽ എഴുത്തച്ഛൻ മുന്നോട്ടിരിക്കുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ച് ഒരു മുഖപ്രസംഗം തയ്യാറാക്കാനുള്ള ചോദ്യം വരാം. നമുക്കിവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്. ക്രോധം വിവേകം ഇല്ലാതാക്കുന്നു, ധർമ്മക്ഷയം വരുത്തുന്നു, മുക്തിക്ക് വിഘ്നം വരുത്തുന്നു,
എഴുതുന്നു, ബന്ധുക്കളെ വധിക്കുന്നു, മനസ്താപം ഉണ്ടാക്കുന്നു. ഈ പോയിന്റുകൾ കൃത്യമായി കാണാതെ പഠിച്ച് വയ്ക്കുക. അതുപോലെ കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ചില സവിശേഷതകൾ ഇവിടെ ചേർക്കുന്നതിന് ആ പ്രയോഗം പലപ്പോഴും കാലമാകുന്ന അഹി എന്ന രീതിയിൽ വിഗ്രഹിക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉത്തരം ഒന്ന് സൂചന കൊടുക്കുക. കാലത്തിനെ പാമ്പായി കൽപ്പിക്കുന്നു. പാമ്പ് ഇരയെ വളരെ പതുക്കെയാണ് വിഴുങ്ങുന്നത്. ജനനം മുതൽ മനുഷ്യൻ്റെ മരണം പതുക്കെ പതുക്കെ വിഴുങ്ങി തുടങ്ങുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് കാലാഹി എന്ന പദപ്രയോഗത്തിൻ്റെ ഔചിത്യം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇത് ഹൃദയോഗം നമുക്കറിയാം വിശ്വമഹാകവി കാളിദാസൻ്റെ സംസ്കൃത നാടകമാണെന്നും അതിലെ പിന്നെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ ശകുന്തളയും ദുഷ്യന്തനും എന്നൊക്കെ നമുക്ക് അറിയാം. സർവ്വധമന്യൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ സന്ദർഭം നമുക്കറിയാം. ദേവാസുരത്വം കഴിഞ്ഞ് മടങ്ങുന്ന വഴി കാശ്യപാശ്രമത്തിലെത്തുന്ന ദുഷ്യന്തൻ സർവ്വധമനെയും ശകുന്തളയും കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം എന്ന കാര്യം നമുക്ക് എഴുതാനറിയാം. അതുപോലെ പിന്നെ സർവ്വധമനം ചിലപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം അങ്ങനെ വരാൻ വഴിയില്ല. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അതുപോലെ പിന്നെ കാവ്യപരമായ സവിശേഷതകൾ ചോദിക്കാം. പിന്നെ സർവ്വധമൻ്റെ കുസൃതി ആശ്രമത്തിന് യോജിച്ചതല്ല, ശാന്തതയാണ് ആശ്രമസ്ഥയുടെ പൊതുസ്വഭാവം എന്ന് പറയുന്ന തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി, നീ ചെറുപാമ്പ് ചന്ദന മരത്തിന് എന്ന പോലെ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മളത് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ കളിക്കോപ്പേൽക്കാനെ കുതുകമുണ്ട് നീട്ടിയിരുന്ന കരം വിളക്കി ചേർത്ത് വേണം വിരൽ നിലഞ്ഞിരിങ്ങി തൊടുക വിളങ്ങുന്നു രാഗം വൃഷമഴും വിഷസിൻ തലകുലം തെളിഞ്ഞിടാതെ ഒന്നായി വിടരുമ്പോൾ തണ്ടാർ മലരുപോൽ എന്ന ആ ഒരു ചോദ്യം അവിടെ വരികയാണ്. നമ്മൾ ഈ വക കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മറക്കരുത്. സർവ്വധമനൻ്റെ വിരലുകളുടെ യോജിപ്പ്, പ്രഭാതത്തിൽ വളർന്നു വരുന്ന താമരപ്പൂവിൻ്റെ ഇതളുകളുടെ ചേർച്ച, താമരപ്പൂവ് ക്രമേണ വിടരുന്നത് പോലെ സർവ്വധമനം കാലക്രമത്തിൽ രാജാവായി തീരുമെന്നുള്ള സൂചന നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോഴത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാടകീയത നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തങ്ങളാണ് ഹൃദയോഗം എന്ന പാഠഭാഗത്തിൽ നമ്മൾ കാണാം. 1-2 നാടകീയ സന്ദർഭം എഴുതാൻ നമുക്ക് ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വൈകാരിക സംഘർഷം നിലനിർത്തുന്നു, കഥാഗതി ഉണ്ടാകുന്ന മാറ്റം, അപ്രതീക്ഷിത കഥാന്ത്യം, അപ്രതീക്ഷിതമായ സംഭവിക്കൽ, ആശ്ചര്യം, സന്തോഷാധിക്യം, സങ്കടം തുടങ്ങിയവ വികാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷം, പ്രതീക്ഷിക്കാതെയുള്ള ഭാവമാറ്റങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. പാവങ്ങൾ എന്ന പിന്നെ വിക്ടർ ഹ്യൂഗോയുടെ നോവലൊരു ഭാഗമാണ് നമുക്കറിയാം. നാലപ്പാടി നാരായണ മേനോൻ വിവർത്തനം ചെയ്താണ്. രാങ്ങാണ് പ്രധാന കഥാപാത്രം എന്ന് പറയുമ്പോൾ മെത്രാൻ്റെ ഇടപെടലിലൂടെ വരുന്ന മാറ്റമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. മിക്കവാറും ഇത് മെത്രാനോ രാങ്ങോ ഉറപ്പായും നമ്മുടെ കഥാപാത്ര നിരൂപണത്തിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാങ്വാളിനെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ നമുക്കറിയാം. എന്നാലും മെത്രാൻ ചോദിക്കാൻ ഈ പോയി നിങ്ങൾ മറന്നുപോലെ മാനവീയതയുടെ മുഖം, എല്ലാ സമ്പത്തും സമ്പത്ത് എല്ലാവരുടേതുമാണെന്ന് വിശ്വസിക്കുന്നു, സൗമ്യമായ ഇടപെടൽ, ലളിതമായ ജീവിതം, എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണന നൽകുന്നു, രാങ്ങിനെ നന്മയിലേക്ക് നയിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെത്രാനെ കുറിച്ച് എഴുതുമ്പോഴൊന്ന് സൂചിപ്പിക്കുക. ബാക്കി നമ്മൾ നോവൽ ഭാഗവുമായി ബന്ധിപ്പിച്ച് നമുക്ക് കുറച്ചുകൂടെയൊക്കെ പോയിന്റ് എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ മെത്രാനോ രാങ്ങോ ഉറപ്പായും ഉണ്ടാവുന്നുള്ളൊരു സൂചന നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പിന്നെ കുറ്റവാളികൾക്ക് നൽകേണ്ടത് ശിക്ഷയോ എന്ന വിഷയത്തിൽ നടന്നൊരു സംവാദത്തിൽ ഒരു പോയിന്റ്, സംവാദക്കുറിപ്പോ മറ്റോ ഒക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഇല്ല. അല്പം ക്വസ്റ്റ്യനൊക്കെ മാറുന്ന സിറ്റുവേഷൻ നമുക്ക് വരുമോ എന്ന് പറയാനൊക്കത്തില്ല. പിന്നെ ചെറിയ തെറ്റിനാണ് 19 വർഷം നമ്മുടെ രാങ്ങിനെ കൊടുത്ത ശിക്ഷ. അതുപോലെ മോഷണത്തിന് കാരണം ദാരിദ്ര്യമാണ് നമ്മൾ രാങ്വാളിന് സൈഡ് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെയാണ് നമ്മൾ മനുഷ്യനെ നന്നാക്കേണ്ടതെന്നും മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്നൊക്കെയുള്ള പോയിന്റ് നമ്മൾ ഉറപ്പിക്കണം. ശിക്ഷ ഘടിപ്പിച്ച് കൊണ്ട് നേട്ടമില്ലെന്നും മാനസാന്തരമാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുത്ത് പറയേണ്ടതെന്ന് നമുക്കറിയാം. വിശ്വരൂപം നമുക്കറിയാം ലളിതാംബി അന്തജനത്തിൻ്റെ ശ്രദ്ധേയമായ കഥയാണെന്നും ആടന്തലത്ത് അഥവാ മിസ്സിസ് സ്ഥലത്ത് അമ്മയെ പരിണമിക്കുന്ന കഥാഗതിയിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ആവിഷ്കരിക്കുന്നു. സ്നേഹബന്ധങ്ങളുടെ പൊരുത്തങ്ങളും പൊരുത്തക്കിടികളും ഈ കഥയിൽ വായിച്ചെടുക്കാം. പിന്നെ അത് നമുക്ക് പ്രധാനമായും വളരെ പാടില്ലാത്തൊരു പാഠഭാഗമാണ്. ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുന്ന ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരഭിമാനമായിരുന്നു. അമ്മയെ ഭഗവതി ഭാഗ്യവതിയാണ്. അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ. ഈ ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. വിശ്വരൂപം എന്ന ശേഷത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമാണിത്. ഇവിടെ നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ സൂചന ചെന്നാൽ വിശ്വരൂപം എന്നതിന് യഥാർത്ഥ രൂപം എന്നാണ് അർത്ഥം. മിസ്സിസ് തലത്തിൻ്റെ പ്രൗഢമായ ജീവിതം, കുട്ടികളെ വളർത്താത്ത അമ്മ, ഡോക്ടർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ വ്യക്തിത്വം, 5ാമത്തെ കുട്ടിയെ കണ്ടിരുന്ന സുധീർമായുള്ള പിൽക്കാല കണ്ടുമുട്ട്, സ്ത്രീയിൽ ജന്മസിദ്ധമായുള്ള മാതൃഭാവത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, മാതൃത്വത്തിൻ്റെ വിശ്വരൂപം, സ്വയം പ്രൗഢമാകുന്ന അമ്മയായ താഴത്ത് കുഞ്ഞുകുട്ടി അമ്മ എന്നുള്ളതാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കുക, അതൊന്ന് എഴുതി പഠിക്കുക. അതുപോലെ ഈ ഒരു പ്രതികരണക്കുറിപ്പ് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്.
ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാട്. ഇന്ത്യ എന്ത് നല്ല നാടാണ്. വൃത്തൻ്റെ അഭിപ്രായത്തിലുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കാൻ ചോദിച്ചാൽ ഈ സൂചനകൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കളെ യേശുതുല്യരായി കാണുന്നു ഇന്ത്യക്കാർ. വൃത്ത മാതാപിതാക്കളെ ഒപ്പം താമസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾ പവിത്രമായി കാണുന്നു എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ താഴത്തെ കുഞ്ഞുകുട്ടിയമ്മ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടിൻപുറത്ത് ജീവിച്ചൊരു സാധാരണ സ്ത്രീയാണ്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി കർത്താവിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ജീവിച്ചു. കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയോ അവർക്ക് മുലകൊടുക്കുകയോ ചെയ്തിട്ടില്ല. അവരെ കൂടെ താമസിപ്പിച്ചിട്ടില്ല. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നു. സുധീർ നൽകുന്ന ഉപദേശത്തിലൂടെ തന്നെ നമുക്ക് ആ കഥാപാത്രത്തെ നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയും. പിന്നെ പ്രിയദർശനമൊക്കെ നമുക്കറിയാം. ഇവിടെ മഹാകവി കുമാരനാശൻ്റെ നളിനി എന്ന കണ്ണാവത്തിൻ്റെ ഭാഗമാണ്. കളിക്കൂട്ടുകാരായിരുന്ന നളിനിയും ദിവാരനും വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. അവരുടെ സ്നേഹവും ഓർമ്മകളുമാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. പിന്നെ കഷ്ടകാലം അഖിലം കഴിഞ്ഞു ദുഷ്ടമീ വടി വിയന്ന് വന്നപ്പോൾ ദുഷ്ടനായിക ഭവാന് പണ്ടിഷ്ടയാൻ നള്ളി ഞാൻ മഹാമതി എന്ന കാവ്യസന്ദർഭത്തിൽ നിന്ന് നളിനിയുടെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമുണ്ട്. ഇവിടെ നമുക്കറിയാം ദിദ്യാശ്വര പ്രസമനല്ല ഇഷ്ട രണ്ടാം ദോഷം ഒരുപോലെ വന്നപ്പോൾ കാവ്യഭംഗിയൊക്കെ ചോദിച്ചാൽ നമുക്കത് എഴുതാം. ഇവിടെ ആ സൂചന എന്ന് പറയുന്നത് വർഷങ്ങൾ ശേഷം ദിവാനെ കണ്ടതിലുള്ള സന്തോഷം, ആഗ്രഹം സാധിച്ചതിലെ ആശ്വാസം, ദിവാകരൻ തന്നെ തിരിച്ചറിഞ്ഞതിലെ സങ്കടം, ബാല്യകാല സമൂഹത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ഭാഗം. അതുപോലെ പിന്നെ ധീരനായതി നോക്കി തന്നിതൻ ഭൂരിഭാഷ്പ പരിപാടലം മുഖം പൂരിതാഫിയുടെ ഉഷസിൽ മഞ്ഞതൻ ധാരയാർന്ന പനനീർ സ്വമുപം വരികളിലെ ചമൽക്കാർ ഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാമെന്ന് ഈ സൂചനകൾ ഓർമ്മിക്കാം. പലപ്പോഴും വരുന്നൊരു ചോദ്യമാണിത്. ഇവിടെ നളിനിക്ക് നമുക്ക് ചേരുന്നത് പ്രഭാതത്തിൽ വിടർന്ന പൂവിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ദിവാനെ കണ്ടപ്പോൾ നളിനിയുടെ മുഖം വിടർന്നു വരുന്നത്, മുഖത്ത് തങ്ങി നിൽക്കുന്ന കണ്ണുനീര് നളിനിയുടെ ഭംഗി കൂട്ടുന്നു. നളിനിയുടെ ചുവന്നു തൊടുത്ത മുഖം, പൂവിൻ്റെ ചുവപ്പ് നിറം, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. സൂര്യകിരണങ്ങളേറ്റ് മഞ്ഞുതുള്ളികൾ നീരാവിയായി പോകുന്നത് പോലെ നളിനിയുടെ ദുഃഖമാകുന്നു സന്തോഷം വരുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ വരുന്നത്. അതുപോലെ പിന്നെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ, സേവനമാണ് ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി. ഇത് നമുക്കിവിടെ നളിനിയോട് ദിവാകരൻ പറയുന്ന വാക്യമാണ്. അപ്പോഴത് വെച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പ്രളയ സമയത്തെയും പിന്നെ നമ്മുടെ അവസാനം നടന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളുടെയും അല്ലെങ്കിൽ യുവാക്കളുടെയും എല്ലാം തന്നെ സഹകരണത്തിലുള്ള പിന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്കവിടെ സൂചിപ്പിക്കാം. കടൽ തീരത്തെന്ന പാഠഭാഗം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഒ വി വിജയൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ്. വെള്ളായപ്പൻ്റെയും മകൻ്റെയും പിന്നെ ജീവിതമാണ്. മകനെ കാണാൻ ജയിലെത്തുന്ന വെള്ളായപ്പൻ്റെ വേദന വായനക്കാരൻ്റെ വേദനയാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമുക്കവിടെ ഒരു സൂചനയായിട്ട് കുറിക്കാം. വേണം സമയമനുസരിച്ച് നമുക്കത് ചെയ്യാം. അതുപോലെ വെള്ളായപ്പൻ കഥാപാത്ര നിരൂപണം എപ്പോഴും ചോദിക്കുന്ന ഒരു സ്വഭാവമാണുണ്ട്. അപ്പോൾ ഈ ഒരു സൂചന മനസ്സിലാക്കുക. ഗ്രാമീണ ഒരു കർഷകനാണ്, നിരക്ഷരനാണ്, സാമൂഹ്യ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ്, സ്നേഹനിധിയുടെ ഭർത്താവാണ്, പിതാവാണ്, നിഷ്കളങ്കനാണ്, പാഴ്തുറമയുള്ള ആത്മബന്ധം, നിസ്സഹായനായ ഒരു പിതാവിൻ്റെ അവസാനത്തെ അവസ്ഥ, പിന്നെ പൊതിച്ചോറ് കൊടുത്തു വിട്ടത് ബലിച്ചോറാക്കി മാറ്റേണ്ടി വരുന്ന ഒരു നിസ്സഹായതൊക്കെ നമുക്കവിടെ കാണാം. അതുപോലെ പ്രലോഭനത്തിലെ പാഠഭാഗം നമുക്കറിയാം. ഉണ്ണായവരുടെ നാളെയുടെ നാട്ടുകഥ 2-ാം ദിവസത്തിലെ 3-ാം രംഗമാണിത്. ജീവിത പരിണാമത്തെ നാടകീയമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞതറിഞ്ഞ് കോപാവുലിനെ കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലെത്തി പുഷ്കരനെ പ്രലോഭിക്കുന്നതാണ്. സന്ദർഭങ്ങൾ നമ്മൾ 1-2 സെൻറ്റൻസിൽ നിന്ന് കുറിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ജളൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയെന്നൊരു ചോദ്യം വരും. ഇവിടെ നമുക്ക് കലിയാണോ നളനാണോ നമുക്ക് സംശയം വരുന്നത് പുഷ്കരനെയാണ്. ഇവിടെ കോപ മത്സരത്തിൻ്റെ ശരിയായ വിഗ്രഹം എന്നാണ്. കോപവും മത്സരവുമാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്കില്ല നാടും നഗരവും കുടയും ചാമരയും വരിയിൽ പ്രതിഫലിക്കുന്ന ഭാവം എന്ന് പറയുന്നത് നിരാശയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ പഴുതിയെ ഞാനെന്തേ പലവ പറഞ്ഞു കേൾപ്പിക്കുന്നു. പുഷ്കര, നീ പഴുതിയെ ജന്മം നിഷ്ഫലമാക്കരുതേ. 2 സന്ദർഭങ്ങളും പഴുതി എന്ന പദം സൂചിപ്പിക്കുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തുക. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. പഴുതി എന്ന് പറഞ്ഞാൽ പഴുതിയെ പ്രയോജനരഹിതം, അവ ഉപയോഗമില്ലാത്ത പ്രവൃത്തിയാണ്. പഴുതിയെ നിഷ്ഫലം എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നതിന് ജന്മസാഫല്യം നേടാനാവില്ല എന്നുള്ള ഒരു സൂചനയുണ്ട്. പിന്നെ ഒരു ചോദ്യം, പ്രലോഭനം എന്ന ശീർഷകം ഈ ആട്ടക്കഥാഭാഗത്തിന് എത്രത്തോളം യോജിക്കുന്നു എന്ന് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തെറ്റായ ചിന്തകളുള്ളവർ പ്രലോഭനത്തിന് പെട്ടെന്ന് വിധേയരാകും. പുഷ്കരൻ്റെ തെറ്റായ ചിന്തകൾ മുതലെടുക്കുന്നു. പ്രലോഭനത്തിന് വിധേയരാകുന്നവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ വരുന്നു. പ്രലോഭനങ്ങൾ കുടുംബപദ്ധതിയിലും സമൂഹത്തിലും ദോഷമുണ്ടായത് പ്രധാനമായൊരു ചോദ്യമാണ്. ഉറപ്പായും ചിലപ്പോൾ നമുക്കിത് ഉണ്ടാവാൻ ചാൻസ് വരും. അതുപോലെ പിന്നെ
പഴുതേ ഞാനെന്തേ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു. നടന് വേറെ കർമ്മം, നമുക്ക് കർമ്മം വേറെ. നമ്മെ കൊണ്ട് ഉപകാരം നിങ്ങൾക്ക് എന്തോന്ന് വേണ്ട. പുഷ്കരൻ്റെ മാനസികാവസ്ഥ ചുരുക്കം വാക്കുകളെ പ്രതിഫലിപ്പിക്കുന്നതിന് ഉണ്ടായവരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്ഥാനം വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ നമുക്ക് പ്രധാന ചോദ്യമായിട്ടാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. നടൻ്റെ കീർത്തി വർദ്ധിച്ചതിനുള്ള അസൂയ, തന്നെ ജനങ്ങൾ അവഗണിക്കുമെന്നുള്ള തോന്നൽ, തൻ്റെ സങ്കടങ്ങൾ മറ്റാരും മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള അമർഷം, ക്ഷത്രിയനായിട്ട് രാജ്യഭരണം കിട്ടാതെ നിരാശയൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോഴത് ശ്രദ്ധിക്കുക. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. ഭാരതത്തിൽ പിന്നെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു മഹാഭാരതത്തിൻ്റെ ഒരു നിരൂപണ കൃതിയാണിത്. പിന്നെ യുദ്ധത്തിൻ്റെ പരിണാമം അതാണ് നമുക്കറിയാം. യുദ്ധം ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല എന്ന സത്യം ഈ കൃതി നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. അത് ഓർമ്മിച്ച് വയ്ക്കുക. പിന്നെ അതിൽ യുദ്ധവുമായി ബന്ധിപ്പിച്ച് പിന്നെ ചോദ്യം ഉറപ്പായിട്ടുണ്ടാകും. പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാട് നേടിയ വിജയം എന്ന് മാരെ വിശേഷിപ്പിച്ച് ഔചിത്യം ചോദിച്ചാൽ നമുക്കിത് എഴുതാം. യുദ്ധധർമ്മമുറകൾ ഓരോന്നായി ലംഘിച്ച് നേടിയ വിജയം തീർത്തും ചരിത്രത്തിലുള്ള യുദ്ധമാണ്. തെറ്റായ യുദ്ധമാർഗങ്ങൾ അവലംബിച്ചു ആർക്കും ഒരു നേട്ടം ഉണ്ടാക്കാത്ത അവസാനം പരസ്പരം കൊന്നു വീഴ്ത്തിയത് സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും എന്നുള്ള സത്യം നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് ഓരോ യുദ്ധവും. സർവനാശവും അനാഥത്വമാണ് ഓരോ യുദ്ധങ്ങളുടെയും ബാക്കി പത്രം. യുദ്ധം മറ്റും ദുരന്തങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗമോ മുഖപ്രസംഗമോ ഒക്കെ നമുക്ക് ചോദിക്കാം. അത് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ പോകാമുള്ളൂ. അതിൻ്റെ സൂചന എന്ന് പറയുന്നത് യുദ്ധം എന്നതിനൊരു പരിഹാരമല്ല. ലോകത്തിൽ നിന്ന് യുദ്ധങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ വളരെ നിസ്സാരമായിരിക്കും. കേവലം വ്യക്തിവൈരാഗ്യങ്ങൾ തുടങ്ങി മഹായുദ്ധത്തിൽ അവസാനിക്കുന്ന അവസ്ഥ. ഭൂമിയും പ്രകൃതിയും ഒട്ടാകെ നശിക്കുന്ന ഭീകര ദുരന്തം. പകയുടെ പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കുക. ആയുധം സമാനത്തെ നൽകുന്നില്ല. പകയും വിദ്വേഷവും കൂടിക്കൂടി വരുന്നു. സർവനാശമായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളത് ആണ് അതിൻ്റെ സൂചന. നമ്മൾ മനസ്സിലാക്കുക. ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്ത് നമുക്ക് ഉപന്യാസം വരാൻ എന്തായാലും ഉറപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗാഠമായ നിദ്രയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. മിഥ്യാധാരണ, മിഥ്യായ ധാരണ എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ ഇതിൽ അട്ട, എഴുത്തുകാരുടെ രക്തം വറ്റിക്കുഴിയുന്ന അട്ട, ഇവിടെ സൂചിതമാകുന്ന അട്ട ആരാണ് നമുക്കറിയാം. അത് സ്റ്റെല്ലോസ്കിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അതുപോലെ വഴിയേരി വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തൻ്റെ അവസ്ഥ. ഈ പ്രയോഗത്തിൽ ജനിക്കുന്ന ദസ്തോവ്സ്കിയുടെ ഏതെങ്കിലും രണ്ട് ജീവിതാവസ്ഥ വ്യക്തമാക്കാൻ സൂചിപ്പിച്ചാൽ നമുക്ക് ജീവിതത്തിലെ തോൽവികളും തിരസ്കരിക്കപ്പെട്ട ജീവിതവും നമുക്ക് അവിടെ എഴുതാനൊക്കും. എഴുത്ത് ആത്മാവിൻ്റെ വെളിപാടാണ്. ഈ പ്രയോഗത്തിൻ്റെ സവിശേഷ സൂചന എഴുതാൻ പറഞ്ഞാൽ തീരുമാനിച്ചുറപ്പിച്ച സമയത്തോ പരപ്രേരണയിലോ എഴുതാൻ സാധിക്കില്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണ് സാഹിത്യം. നമ്മൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രധാനമായും ഇവിടെ ഈ ദസ്തോവ്സ്കി അനുസരിച്ച് ജീവിതകഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതദർശനമായി വ്യാഖ്യാനിക്കാനുള്ള ചോദ്യം ചിലപ്പോൾ ഉണ്ടായാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചുഴലി രോഗം നമുക്ക് സൂചിപ്പിക്കാം. ചൂതാട്ടക്കാരനാണ്, കുടുംബഭാരമുണ്ട്, ചേട്ടൻ്റെ കടബാധ്യത, ഭാര്യയുടെ മരണം, ഭാഷയുടെ വഴിപിഴച്ച ജീവിതം, കരകയറാൻ പറ്റാത്ത കടബാധ്യതകൾ, ഇതെല്ലാം തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിച്ചിരുന്ന ഘടകങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം എന്ന് പറയുമ്പോൾ ദുരന്തങ്ങൾ അനുഭവിക്കാതെ ജീവിതം യഥാർത്ഥ ജീവിതമല്ല. എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും ബന്ധങ്ങൾ വലിച്ചെറിയരുത്, കടമകൾ മറക്കരുത്, കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തണം, പ്രതിസന്ധികളെ മനക്കരുത്തുകൊണ്ട് അതിജീവിക്കണം. അതാണ് നമുക്ക് അവിടെ പ്രധാനപ്പെട്ട സൂചനകൾ. അതുപോലെ അക്രമാശയൊക്കെ ശേഷം നമുക്ക് ഒരു പാഠമില്ല. ഇന്ത്യയിലെ ദളിത് സാഹിത്യകാരൻ പ്രമുഖനായ ശരൺകുമാർ ലംബാളയുടെ ആത്മകഥാ ആഖ്യാനമാണ് അക്രമാശി. ജാതി മത ഭാഷാ വിഭജനങ്ങൾ ഏൽക്കേണ്ടി വന്ന ശരൺകുമാറിൻ്റെ ആത്മനൊമ്പരങ്ങളാണ് ഇവിടെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് ശരൺകുമാർ ലംബാളയുടെ ആ പാഠഭാഗം. ഒരു നല്ല കടലാസ് കണ്ടെത്തി എനിക്ക് വലിയ സന്തോഷം തോന്നും കാരണം പരീക്ഷയ്ക്ക് ഇപ്പം മോൾ പരീക്ഷ ചോദിച്ചതാണ് വായിക്കാനുള്ള താല്പര്യമാണ്. ഇത് നമുക്ക് എഴുതാൻ പ്രയാസമൊന്നുമില്ല. ഒരു ശരൺകുമാറും സമൂഹം അനുഭവിക്കുന്ന യാതനകൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന, പാർശ്വവൽക്കരിക്കപ്പെടുന്നുള്ള അവഗണന, സഹായ പദ്ധതി. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ നമുക്ക് പപ്പാതി എടുക്കുക അക്കൽക്കോട്ടെ പോയി സിനിമ കാണാമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സത്യസന്ധത പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക. ആ സത്യസന്ധതയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ശരൺകുമാർ ലംബാളെ. അതുപോലെ ഞാൻ കഥാകഥയിൽ നിന്ന് ഒരു ചോദ്യം ഉപന്യാസത്തിനൊന്നും വരാൻ വഴിയില്ല, എന്നാലൊരു ചോദ്യം ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനും കഥാകൃത്ത് നോവലിസ്റ്റുമായ എസ് കെ പൊറ്റക്കാട് ഒരു ആത്മാംശമുള്ള ലേഖനമാണ്. താൻ എങ്ങനെയാണ് ഒരു കഥാകൃത്തായതെന്ന് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് അദ്ദേഹം സൂചിപ്പിച്ച് വെച്ചാൽ നമുക്ക് അവിടെ 2 മാർക്കിനുള്ള തന്നെ ആയ ബാക്കി നിങ്ങൾ എൻ്റെ ചോദ്യത്തിൻ്റെ ഇതനുസരിച്ച് എഴുതിയാൽ മതിയാകും. പിന്നെ
സാമൂഹ്യ നന്മയും മനസ്സംസ്കരണവുമാണ് സാഹിത്യത്തിന്റെ പരമമായ ലക്ഷ്യം. എസ്.കെ. പൊറ്റക്കാടുണ്ടായ അഭിമാനം ഈ ലക്ഷ്യത്തിന്റെ സാധൂകരണമാണോ? വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നൊരു ചോദ്യം. വൃത്തയ്ക്ക് വേണ്ടിയുള്ള പൊറ്റക്കാടിന്റെ കത്തെഴുത്ത്, കത്തിൽ എസ്.കെയുടെ സരസ്വതി വിലാസങ്ങൾ, കത്തുകൾ വായിച്ച മകനുണ്ടായ മനംമാറ്റം സാഹിത്യത്തിന്റെ പരമമായ ലക്ഷ്യം. അങ്ങനെയുള്ള സൂചനകൾ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. കവിതാലയതിനെക്കുറിച്ച് പബ്ലോ നെരുദയുടെ ചിന്തയാണിത്. ഞാൻ കഥാകാരന കഥയിലും ഇതേ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. നെരുദയുടെ ചിന്തകളും പൊറ്റക്കാടിൻ്റെ അനുഭവം വിശകലനം ചെയ്ത അനുഭവവും പ്രകൃതിയും സർഗശക്തിയുടെ ഉറവിടം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ സൂചിപ്പിക്കുക. കവിത എന്നെ തേടി വന്നപ്പോഴെന്ന് എനിക്കറിയില്ല. കവിത എഴുതാൻ എനിക്ക് പ്രചോദനമായി എന്തെന്നും എനിക്കറിയില്ല. എസ്.കെ. പൊറ്റക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥി എന്ന കവിതയുടെ അനുഭവം കഥ എഴുതാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം. അശ്വമേധം നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തുല്യ പടവാളാക്കിയ കവി വയലാർ രാമവർമ്മയുടെ ഉജ്ജ്വലമായ ഒരു കവിതയാണ്. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന അജയമായ സർഗശേഷി കൊണ്ടാണെന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മനഃപ്പാഠമാക്കി കുറച്ച് പോയിന്റുകൾ കരുതി വയ്ക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ സർഗശക്തിയാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇവിടെ കുതിരയായിട്ടല്ല അശ്വമേധത്തിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സർഗശക്തിയാണ്. അതുപോലെ പിന്നെ മനുഷ്യൻ്റെ സർഗശക്തിയുടെ പ്രതീകമാണ് കുതിര. കാടും മലയും വെട്ടിത്തെളിച്ചാണ് ഇന്നത്തെ നാടും നഗരം ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ദേവസ്തുതികൾക്കും രാജപ്രശംസ സവർണത്തിനും വേണ്ടി കവിത്വ ശക്തി ഉപയോഗിച്ചു. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ കാവ്യത്തിന് വിഷയമാക്കിയ കവിയുടെ പൂർവികർ സാഹിത്യത്തെ ജനനന്മയ്ക്ക് ഉപയോഗിച്ചു. ഈശ്വരനും മാതൃനും നമ്മെ അത്ഭുതപ്പെടുത്തും. ജീവിതത്തെ അതിൻ്റെ എല്ലാ ക്ലേശങ്ങളോടും കൂടി അനുഭവിക്കുന്നവനാണ് പച്ച മനുഷ്യൻ. മാനവവിരോധിക്കാനുള്ള പച്ച മനുഷ്യൻ്റെ അധ്വാനവും പ്രശ്നങ്ങളുമാണ് കവിതയ്ക്ക് വിഷയമാകേണ്ടത് എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഉരുളക്കിഴങ്ങ് തിന്നുന്ന പാഠഭാഗം നമുക്കറിയാം. വിൻസെൻ്റ് വില്യം വാൻ ഗോഗിൻ്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്ന അതിപ്രശസ്ത ചിത്രത്തെ അടിസ്ഥാനമാക്കിയ ഒരു സുഭാഷ് ചന്ദ്രൻ്റെ ഹൃദയസ്പർശിയ കഥയാണിത്. അതുപോലെ ഇവിടെ പിന്നെ മഞ്ഞും തിമിരവും ചെന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിൻ്റെ ഒറ്റ ബിന്ദു ഒരേ ഒരു വെളുത്ത പൂവച്ച് ഏകാന്തമായ സവോടിരമാക്കി വീടിനെ മാറ്റി കാണിച്ചു. വാക്യത്തിലിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ മിറനുള്ളിൽ സൂക്ഷിക്കുന്ന മരണ വാർത്ത വീടിനെ സവോടിരമാക്കി മാറ്റിയിരിക്കുന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കലിനെ കിഴവൻ മിറൻ്റെ നെഞ്ചിൽ വീണു. തീക്കൽ എന്ന പ്രയോഗത്തിൻ്റെ ആശയ സാധ്യത രണ്ട് വാക്യത്തിൽ വിശദീകരിക്കുക. കണ്ടോ അച്ഛ എന്ന ചോദ്യം ജൂലിയാനയുടെ ചോദ്യം ഹൃദയത്തെ പൊള്ളിച്ചു. അതുപോലെ മകളെ ആശ്വസിപ്പിക്കാൻ സാമുവൽ അങ്ങ് കണ്ടതിന് ന്യായങ്ങൾ. വൃത്തർക്ക് ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളൊന്നും വരാനാവില്ല. കനിയിലെ പണിയൊക്കെ ഉരുളക്കിഴങ്ങ് കിഴിയാണ് നല്ലതെന്ന് മരുമകന് ബോധ്യപ്പെട്ടു പറയുന്ന ഭാഗം. ഇടം വലമുലഞ്ഞ് വീട് അടുത്ത് വന്നു. പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്ന ആശയങ്ങളെ സൂചിപ്പിക്കാം. വൃദ്ധനായ മറലിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം, മഞ്ഞിലും ചെടിയിലും പുതഞ്ഞ യാത്രാക്ലേശം, ഭാവിയെക്കുറിച്ചുള്ള അസ്ഥിരത, ഇതൊക്കെയാണ് അവിടെ പിന്നെ പറയുന്ന ഭാഗങ്ങൾ. കിഴവൻ മിറൽ വേവുന്ന ഉൾച്ചൂടായി നടക്കുന്ന പ്രസ്താവന വിലയിരുത്തി കഥാപാത്ര സവിശേഷം കണ്ടെത്താൻ പറഞ്ഞ പ്രധാന കഥാപാത്രമാണ്. പ്രായം, വേഷം, ദാരിദ്ര്യം സൂചിപ്പിക്കണം. പുത്രഭാര്യയുടെ മകനോട് ആത്മബന്ധം സൂചിപ്പിക്കണം. മകൻ്റെ മരണവൃത്താന്തം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് വേദനയുടെ ആരൂപം. കനിത്തൊഴിലാളി കുടുംബത്തിൻ്റെ പ്രതീകമായി വരുന്ന ആ ഒരു സൂചന കൊടുക്കുക. പിന്നെ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞ് ഇത്തരം വാഗ്മയ ചിത്രങ്ങൾ കഥയുടെ ആസ്വാദനത്തെ എത്രമാത്രം ഹൃദ്യമാക്കുന്നു എന്ന് വിശകലനക്കുറിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. പാകം ചെയ്തുള്ള കിഴങ്ങ് കനിയപടത്തിൽ മരണപ്പെട്ട മകൻ്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അവയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇത്രയും പോയിന്റുകൾ അതിൽ വരുത്ത രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ കടൽ തീരത്തെ വെള്ളായപ്പന് ഉരുളക്കിഴങ്ങ് എന്നതിലെ കിഴവൻ മിറലിനെയും താരതമ്യത്തിൻ്റെ കുറിപ്പ് ചോദിച്ചാൽ നമുക്കറിയാം വെള്ളായപ്പന് കർഷകനാണ്, നിരക്ഷരനാണ്, നിസ്സഹായനാണ്, ദരിദ്രനാണ്. മകനെക്കുറിച്ച് അഭിമാനമുണ്ട്, ദുഃഖത്തിൻ്റെ ആരൂപമാണ്. കിഴവൻ മിറലാണെങ്കിലും ദരിദ്രനാണ്, ഉരുളക്കിഴങ്ങ് കൃഷിക്കാരനാണ്, സ്നേഹനിധിയാണ്, മകൻ്റെ മൃതദേഹം കൊണ്ട് വരുന്നു, മരണം അറിയിക്കാൻ പാടുപെടുന്നു. ഇത്രയും കാര്യങ്ങളോടെ സൂചിപ്പിക്കുക. ഇനി നമുക്ക് മൈക്കലാഞ്ചലോ മാപ്പ് പിയത്തെ എന്ന ശില്പം തകർത്ത വാർത്ത വായിച്ച ONV കുറിപ്പിൻ്റെ ഓർമ്മയും പ്രതികരണവും അവതരിപ്പിക്കുന്ന കവിതയാണ്. അതുപോലെ ആദർശങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അനർഹമായ പ്രാധാന്യം നൽകിയ സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്നതിനുള്ള ചിലരുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കവിയുടെ പ്രതിഷേധമാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണിത്. പിയത്ത് എന്ന ശില്പത്തിന് പിന്നെ കവി നൽകുന്ന വിശേഷം കാരണത്താൽ ഭാവഗാനമാണ്. അതുപോലെ ഒരു വെള്ളിലിപ്പും ചുണരേഖകൾ പോലെ തിരിച്ചുകൊണ്ടുതം വന്ന പാടുകളുടലാകെ യേശുവിൻ്റെ തിരുശരീരത്തെ വെള്ളിലിപ്പിനോട് സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം സൂചിപ്പിക്കാൻ പറഞ്ഞാൽ
വെണ്മ വിശുദ്ധിയുടെ അടയാളമാണ്. പൂവിൻ്റെ നിറം, മാർദ്ദവം, ആകർഷണീയത തുടങ്ങിയവയ്ക്ക് യേശുവിൻ്റെ ശരീരമായുള്ള ബന്ധം. ചുവന്ന വരകൾ വെള്ളിലിപ്പൂവിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് പോലെ മുറിവുകളിൽ നിന്നൊഴുകിയ രക്തം തിരുശരീരത്തിൻ്റെ ആകർഷണീയതയെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഭാഗം. അതുപോലെ പാഴ്ചിപ്പി എന്ന വിശേഷണം മറിയയ്ക്ക് എത്രത്തോളം ഇരിക്കുന്ന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ ഒരു പ്രധാന പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചിപ്പിയിൽ ഒരു മുത്ത് മാത്രമേ രൂപപ്പെടുകയുള്ളൂ. പൊളിച്ച് മുത്തെടുക്കുന്നതോടെ ചിപ്പി പാഴ്വസ്തുവായി മാറുന്നു. യേശുവിനെ മുത്തായി സങ്കല്പിക്കുന്നു. മകൻ്റെ മരണം കൊണ്ടാകുന്ന ശൂന്യതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഭൂമിക്ക് പാഴിലും ചുമടുമായിരിക്കും ഒരു അമ്മയെ. മറിയയുടെ ഭൂമിയുടെ അവസ്ഥ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഭൂമി പുറമേ ശാന്തമാണ്, പക്ഷെ ഉള്ളു പ്രക്ഷുബ്ധമാണ്. മറിയ മുഖത്ത് കരുണ പ്രകടിപ്പിക്കുന്നു, മനസ്സ് തീവ്ര ദുഃഖം. നശീകരണ പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. ഭൂമിയും മറിയയും ഇതിൻ്റെ ഇരകളാണ്. അതുപോലെ നന്ദി മേക്കലാഞ്ചലോ, നിൻ്റെ സംഗീതം, നിൻ്റെ കണ്ണീര് മറിഞ്ഞുയരാനൊരു പിയത്തെ എന്നിനുള്ളിൽ അതിഭദ്രമായി ഇരുത്തി ഞാൻ. അതിഭദ്രമായി ഇരുത്തിയെന്ന പ്രയത്നത്തിൻ്റെ ആശയ സാധ്യത. കലാസൃഷ്ടിയുടെ കലാകാരി വിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ച സന്ദേശം ആസ്വാദകനായ കവി പൂർണ്ണമായി ഉൾക്കൊണ്ടു. ശില്പനിർമ്മാണ വേളയിൽ കലാലുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ കവിയും എത്തിച്ചേരുന്നു എന്നുള്ള ഒരു സൂചനയൊക്കെ നമുക്കവിടെ കൊടുക്കാൻ പറ്റിയ പോയിന്റുകൾ. അതുപോലെ ആ ചുറ്റുക, ബിംബഭഞ്ജകനും മൈക്കലാഞ്ചലോയും ബിംബഭഞ്ജകനും ചുറ്റു ഉപയോഗിക്കുന്നതിലെ വ്യത്യാസം അത് നമുക്ക് ചോദിച്ചാൽ, സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്നതിന് കഠിനാധ്വാനം ആവശ്യമാണ്. സ്നേഹപൂർണ്ണമായ ഇടപെടലുകൾക്ക് സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ കഴിയും. മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയണം. ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനം കൈക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷി നിലനിർത്തണം. ഇവ കാര്യങ്ങളാണ്. അവന് ചുറ്റും ബിംബഭഞ്ജക പരിവേഷം അണിയിക്കുവാൻ ഏതോ ക്യാമറ കൺചിമ്മുന്നു. മാപ്പ് നൽകണം പ്രേമ മൈക്കലാഞ്ചലോ മാപ്പ്. ഈ വരികളുടെ സമാധി പ്രസക്തി പരിശോധിക്കാൻ പറഞ്ഞാൽ ഇത് പ്രധാനമായ ചോദ്യമാണ്. ഈ പാഠഭാഗത്തിൽ എന്തെങ്കിലും ചോദ്യം വന്നാൽ നമുക്ക് ഒരു പോയിന്റ് സൂചിപ്പിക്കുകയും ചെയ്യാം. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ലഭ്യമാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശസ്തി നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ലഭ്യമാകുന്ന അവസ്ഥ. തിന്മ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ലഭിക്കുന്ന അവസ്ഥ. ആദർശങ്ങളില്ലാത്തവരെ അംഗീകരിക്കുന്ന സമൂഹ വ്യവസ്ഥിതി. ലഹരിവസ്തുക്കളുടെ ഉപയോഗം മൂലം ചിന്താധിഷ്ഠ നഷ്ടപ്പെട്ട ഒരാൾക്കാട്ടി പ്രവർത്തിക്ക് അനർഹമായ പ്രാധാന്യം നൽകി. കലയും സംസ്കാരവും നശിപ്പിക്കുന്നവരും അംഗീകരിക്കപ്പെടുന്നു. കലയും സംസ്കാരവും നശിപ്പിക്കുന്നവരും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനയാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലഹരിയുമായി ബന്ധിപ്പിച്ചൊരു ചോദ്യം ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ യുവാവുമായി ബന്ധിപ്പിച്ച ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മലയാളം ഫസ്റ്റിൽ പ്രധാനമായും പറഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡിയുടെ പ്രധാന ഭാഗങ്ങളിലോട്ട് വരാം. നമുക്കറിയാം ജീവിതം പെടുന്ന വേരുവെന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വെച്ചുകൊണ്ട് നമുക്ക് സ്നേഹബന്ധത്തിൻ്റെ പ്രാധാന്യമൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ലായ്മയും വല്ലായ്മയും സ്നേഹത്തിൻ്റെ ഭാഷയുടെ മറിയിടുന്ന കോരനെയും ചിരി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ കഞ്ഞി, പിന്നെ തഴിയുടെ രണ്ടിടങ്ങ നോവലിലെ 17ാമത്തെ അധ്യായമാണ്. കോരൻ, ചിരിത, പുഷ്പമില്ല, അവസ്ഥപ്പ്, കോരൻ്റെ പിതാവ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. കുട്ടനാടൻ കർഷകരുടെ ജീവിത ദുരിതങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ പാഠഭാഗം, അല്ലെങ്കിൽ ഇതിലെ കഥാതന്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവാം. കർഷകരുടെ എല്ലുമുറിയെ പണി ചെയ്താലും പല്ലുമുറിയെ തിന്നാനില്ലാത്ത അവസ്ഥ എന്ന രീതിയിലൊക്കെ വെച്ച് ചോദ്യങ്ങളുടെ കാർഷിക പ്രശ്നങ്ങളും മറ്റും ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാൻ നിൽക്കുന്നുള്ളൂ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേരുകൾ, അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ വേരുകൾ. ഡി വിനയചന്ദ്രൻ. നമ്മുടെ വേരുകൾ അമ്മയായ ഭൂമിയിൽ തന്നെ പ്രയത്നത്തിൻ്റെ ഔചിത്യം. മനുഷ്യന് അനുത്തരം എന്ന് പറയുന്നത് മനുഷ്യനെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന വേരുകളാണ് ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ആ വേരുകളാണ് അവൻ്റെ നിലനിൽപ്പിന് ആധാരം. ഭൂമി അമ്മയാണ്. പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള സൂചനയാണ്. അതുപോലെ ഇവിടെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന ചൂഷണത്തിൻ്റെ നേർചിത്രമാണ് തഴിയുടെ രണ്ടടങ്ങഴി എന്ന നോവൽ. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന സൂചന എന്ന് പറയുന്നത് ജന്മിത്വ വ്യവസ്ഥിതി. പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാത്ത തൊഴിലാളികളുടെ അവസ്ഥ. പകലന്തോളം പണിയെടുത്തിട്ട് ഒരു നേരം പോലും വയറു നിറയ്ക്കാനാവാത്ത അവസ്ഥ. കൂലിയായി നെല്ല് നൽകുന്നില്ല, കിട്ടുന്ന കൂലി അരി വാങ്ങാൻ തികയുന്നില്ല. അവരുടെ മാനുഷ്യാവസ്ഥ പരിഗണിക്കാത്തത്, മാനുഷ്യ പരിഗണന പോലും കൊടുക്കാത്തത് എന്നുള്ള ഒരു അവസ്ഥ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ഇവിടെ നമുക്ക് ചോദ്യം കോരൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ചോദിക്കാം. കോരൻ്റെ ചിന്തകളിൽ രാത്രി നടക്കുന്ന രഹസ്യ വ്യാപാരം പരസ്യപ്പെടുത്തിയാലോ, തമ്പ്രായേന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട, എടി കള്ളി നീ ഇത് ഒളിച്ചു വെച്ചിരുന്നു, അച്ഛന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം എന്നുള്ള ആ ഒരു സ്വഭാവ സവിശേഷത വെച്ചുകൊണ്ട് തന്നെ നമുക്കത് വിപുലമാക്കി എഴുതാൻ ഒക്കും. മാർക്കിനനുസരിച്ച് ചെയ്യുക. അവിടെ നമുക്ക് കഠിനാധ്വാനിയായ കർഷക തൊഴിലാളിയെന്ന് സൂചിപ്പിക്കാം. സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, ജന്മിത്തത്തിലുള്ള പ്രതിഷേധമുണ്ട്, അതുപോലെ പിതാവിനുള്ള സ്നേഹമുണ്ട്, സംഘബോധമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുക. അതിൽ ചിലപ്പം ചിരിത ചോദിച്ചാൽ നമുക്കറിയാം സ്നേഹിയായ ഒരു ഭാര്യയാണ്, കുടുംബിനിയാണ്, ഭർത്തൃപിതാവിനെ നോക്കാൻ അവിടെ മനക്കരുത്തും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. ഓരോ വിളിയും കാത്ത് എന്ന് പറയും. കുടുംബാംഗങ്ങളെ തമ്മിൽ സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന കഥയാണ് യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗം. അച്ഛൻ്റെ മരണത്തോടെ വില്ലൊറ്റയ്ക്ക് അമ്മയെ നഗരത്തിലുള്ള തൻ്റെ ജോലി സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ മകൻ ശ്രമിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. അച്ഛൻ്റെ സാന്നിധ്യമില്ലാത്ത
വീടല്ലാതായി മാറുന്ന ഒരവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ കഥയിലെ ചില പ്രയോഗങ്ങൾ അവയുടെ ആശയവും നമുക്ക് ചോദ്യങ്ങളുണ്ടാവാം. ഈ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടി, ഏകാന്തതയിലെ തുരുത്തുകൾ. ആ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാർ. വാർദ്ധക്യത്തിന് നിസ്സഹായയിലേക്ക് അമ്മ വഴുതി വീണി പോകുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ ശബ്ദങ്ങളുടെ കരിയിലെന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ വരവും പോക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. മരണവും ഇതുപോലെ തന്നെയാണ്. അച്ഛനോടൊപ്പമുള്ള ജീവിതം തിരക്കിട്ടതായിരുന്നു. ആ ജീവിതം അമ്മ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പിന്നെ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടി പ്രതിഫലിപ്പിക്കുന്ന യഥാർത്ഥ കാഴ്ചകൾ മാത്രമാണ്. ക്ലാവ് പിടിച്ച കണ്ണാടിൽ കാണുന്ന അവ്യക്തമായ കാഴ്ചകളായിരിക്കും, പക്ഷേ അവ യഥാർത്ഥമാണെന്നുള്ള സൂചനയാണ് അവിടെ നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ചോദിച്ചാൽ കഥാപാത്ര നിരൂപണം. ഇപ്പം അമ്മ ഓരോ വിളിയും കത്തുന്ന കഥയിലെ അച്ഛൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ വീട്ടുകാരികളുടെ ശ്രദ്ധ, കിടപ്പിലായിരുന്നപ്പോഴും പിന്നെ നമ്മുടെ വീട്ടിലെ സജീവ സാന്നിധ്യമായി നിൽക്കുന്നത്, കുടുംബത്തിലെ പ്രധാനിയാണ്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു, അമ്മയുടെ മനസ്സ് മനസ്സിലാക്കുന്നു, അമ്മയ്ക്ക് തൻ്റെ വിഷയം പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നു, കുടുംബത്തിലെ മറ്റങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. അതുപോലെ അമ്മ നമുക്കറിയാം അല്ലേ, അമ്മയും അതുപോലെ നമുക്ക് അച്ഛൻ്റെ ആ ഒരു മരണത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കാത്ത അവസ്ഥ, അച്ഛൻ താമസിച്ചിരുന്ന വീടും അല്ലെങ്കിൽ അച്ഛനെ അടയ്ക്കിയ മണ്ണൊന്നും ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥ, എപ്പോഴും അച്ഛൻ വിളിക്കുന്നത് തോന്നാൻ ഓരോ വിളിക്കും അമ്മ മറുപടി കൊടുക്കുന്ന പോലുള്ള ഒരു അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ അച്ഛനും കൃഷിയും തമ്മിലുള്ള ബന്ധം കിടപ്പിലായിരുന്നപ്പോൾ പോലും വിളകൾ പാകുന്നതാണെന്ന് സംബന്ധിച്ച ധാരണ പോലും അച്ഛനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ വിഷമങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നു, സാന്നിധ്യം ആഗ്രഹിക്കുന്നു, മരണത്തിന് പോലും അവരുടെ ബന്ധം ഏർപ്പെടുത്താൻ കഴിയുന്നില്ല സൂചനകൾ കൊടുക്കുക. അമ്മത്തൊട്ടിൽ. കവിയും ചലച്ചിത്രകാരനുമായ രചയിതാവുമായ റഫീഖ് അഹമ്മദിൻ്റെ ഭാവസാന്ദ്രമായ കവിതയാണ് അമ്മത്തൊട്ട്. വൃത്തയായ അമ്മയെ മകൻ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു, അയാൾക്കാരും സാധിക്കാത്തതും കവികൾ ആവിഷ്കരിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അമ്മത്തൊട്ടെന്ന കവിതയിൽ അമ്മയുടെ വാർത്തയെ സൂചിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾ എന്നുള്ള കൈച്ചുള്ളികൾ, മങ്ങിപ്പഴുകിയ വിജ്ഞാന വർണ്ണം, പാടയും പേടയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ട അടുത്തുടക്കം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുക. കൈച്ചുള്ളികൾ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കാൻ, ചുള്ളികൾ പോലെയുള്ള കയ്യാവുന്ന ചുള്ളികൾ പോലെയുള്ള കൈകളാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. പെറ്റുകിടക്കും തിരുവട്ടിക്കും തിരുവറ്റം കുറച്ച് ചാടി കുതിക്കുന്ന ഈ വരികൾ കവിതയ്ക്ക് നിന്ന് സവിശേഷാർത്ഥം. പലപ്പോഴും ഇത് ചോദ്യം വരുന്നതാണ്. പ്രസവിച്ചെടുക്കുന്ന പട്ടിക്ക് ഉശിരുകൂടും, കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, മനസാക്ഷി നഷ്ടപ്പെട്ട മനുഷ്യരെ തെരുവട്ടിയുടെ ഊറ്റം പലതും ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയും മിണ്ടാപ്രാണിയും പരിഷ്കൃതമായ മനുഷ്യൻ നൽകുന്ന പാഠങ്ങളാണ്. അതുപോലെ പിന്നെ സൂചി പ്രയോഗത്തിൻ്റെ കാര്യം പറയുന്നത്, മാതൃസ്നേഹം വ്യക്തമാകുന്ന സന്ദർഭം, അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഓർമ്മ തീവ്ര വേദനയാകുന്നു. അന്ന് മകന് ശരീരത്തിനായിരുന്നു അസുഖം, ഇന്ന് മനസ്സിനും. പ്രയോഗ ഭംഗിയൊക്കെ നമ്മളിവിടെ സൂചിപ്പിക്കുക. അതുപോലെ എങ്ങനെ കൊണ്ടിറക്കേണ്ട സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തി പ്രതിഷ്ഠിച്ച കോവിലെന്ന് പറയുന്ന ഭാഗത്ത് മനുഷ്യവിരുദ്ധമായ മനോഭാവങ്ങളുള്ള പ്രതിശക്തമായ പ്രതികരണമാണ് അമ്മത്തൊട്ടിൽ. ഈ പ്രസ്താവനയുടെ വിളിച്ചത് കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള മകൻ്റെ ശ്രമം, അതിനെ തടയുന്ന ഓർമ്മകളും, സ്നേഹവചനങ്ങൾ ലഭിക്കേണ്ട വാർത്തയ്ക്കും, ആരാധനാലയങ്ങളും വൃത്തസ്ഥാനങ്ങളിൽ നിന്ന് എത്തപ്പെടുന്നു. ഈശ്വരൻ പോലും മനുഷ്യൻ്റെ പ്രകൃതിയിൽ അശാന്തനാണ് പറയുന്ന സൂചനയൊക്കെ വെച്ചുകൊണ്ടാണ് ആസ്വാദനം തയ്യാറാക്കേണ്ടത്. ഇനി കൊച്ചിയക്കരിശി എന്ന് പറയുമ്പോൾ എ പി ഉദയഭാനുവിൻ്റെ ലളിത ഉപന്യാസമാണ്. അദ്ദേഹത്തിൻ്റെ തറവാടിനോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചിയക്കരിശി എന്ന നാട്ടുവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിൻ്റെ സവിശേഷതകളുമാണ് പ്രമേയം. പ്രകൃതിയും മനുഷ്യനുമുള്ള ആത്മബന്ധം പാഠഭാഗത്ത് വ്യക്തമാണ്. ഇതുമായി ബന്ധിപ്പിച്ച് ഉറപ്പിച്ചൊരു ചോദ്യം ഉണ്ടാകും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കൊച്ചിയക്കരിശിയുമായി വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പല പരീക്ഷയ്ക്കും വരാറുണ്ട്. അത് നിങ്ങൾ സൂചിപ്പിക്കുക. അതുപോലെ മാവ് തളിരിടുമ്പോൾ നാട്ടുമ്പുറത്ത് ഉത്സവമാണ്. ലേഖൻ്റെ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. മാവിൻ ചുറ്റി കുട്ടികൾ ഒത്തുചേർന്ന് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. മാമ്പൂവ് തളിരി എന്നിവ നാട്ടുമ്പുറത്തിന് അലങ്കാരമാണ്. പല പരുവത്തിലും രുചിയിലുമുള്ള നമുക്ക് മാങ്ങ ലഭിക്കുന്നു. ഉത്സവമായി സാമ്യം ചെയ്യാനുള്ള കാര്യം, ഉത്സവത്തിന് ആളുകൾ ഒത്തുചേരുന്നു, പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നു, പഴയവ പുതുക്കപ്പെടുന്നു. ഉത്സവ സ്ഥലം അലങ്കരിക്കാറുണ്ട്. ഉത്സവ സ്ഥലങ്ങൾ പലതരം ഭക്ഷ്യസ്ഥാനങ്ങൾ ലഭ്യമാണ്. ഉത്സവം സന്തോഷത്തിൻ്റെ കാലമാണ്. അതുപോലെ കുറിപ്പ് തയ്യാറാക്കുക. ഈ ചോദ്യം നമ്മൾ അവ്യക്ത വരുന്നൊരു ചോദ്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. കർക്കിടക മാസത്തിലെ കർത്താവിൽ നിന്നുള്ള ആകാശത്തിന് താഴെ തൻ്റെ ഇലപ്പടപ്പ് കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനങ്ങളെ കൊണ്ട് നക്ഷത്രമായി നിൽക്കുന്ന ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും എന്നിൽ ഉൾക്കടമെത്തിട്ട് ഇത്തരത്തിൽ നിരവധി വാക്യങ്ങൾ ഉച്ചക്കച്ചുണ്ട്. ഉപന്യാസത്തിൻ്റെ ഭാഷാശൈലിയുടെ പ്രത്യേക കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ കാവ്യാത്മകമായ ശൈലി, അനുഭവസുഖമായിരുന്ന വർണ്ണന, ഗ്രാമീണ പദങ്ങളുടെ പ്രയോഗം, നാട്ടുകളുടെ ശേഖരം, അതുപോലെ തന്നെ മാനുഷ്യഭാവം. ഉച്ചക്കരിച്ചയ്ക്കും ഒരു മാനുഷ്യഭാവം നൽകിയിരിക്കുന്നു. അതുപോലെ പിന്നെ നമ്മുടെ
മുത്തശ്ശിയായി കാണുന്നതൊക്കെ തന്നെ. പിന്നെ കറുത്ത നിമിടമായ തലമുടി പോലെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ മാനുഷ്യഭാവം കൊടുത്തിരിക്കുന്നു എന്നുള്ള സൂചന നമുക്കവിടെ കൊടുക്കാൻ പറ്റും. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിമിടവും ശ്യാമളമായ തലമുടിയിലൂടെ വെല്ലോടിച്ച് പോകുക മാത്രം ചെയ്യുമെന്ന് പറയുന്ന ആ ഭാഗത്തിൽ മാവുകൾക്ക് പ്രത്യേകം പേര് നൽകുന്നു. മാവിനോട് ഇണക്കവും പിണക്കവും കാണിച്ച് മാങ്ങ വെട്ടുന്ന മാനുഷ്യ പരിഗണനയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പിന്നെ മാവിൻ്റെ യൗവനം വാർത്തമല അവതരിപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുമുള്ള ബന്ധം പറയുന്നു. വിൽക്കാനോ വെട്ടിവീഴ്ത്താനും തയ്യാറാവുന്നില്ല. രോഗാവസ്ഥയിലായാലും മുതിർന്ന അംഗത്തിൽ കാണുന്ന സ്നേഹവും ആദരവും കൊച്ചക്കരച്ചിയുടെ കാണിക്കുന്നു. ആ മാനുഷ്യ ഭാവങ്ങൾ ആണ് അവിടെ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്തത്. ഓണമുറ്റത്തെന്ന് പറയുന്ന കവിത നമുക്കറിയാം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ബന്ധവും മനുഷ്യനും പ്രകൃതി ഒരുപോലെ ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരു സൂചനയൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ഓണക്കാല വർണ്ണങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്കാരത്തിൻ്റെ മധുരോദാരവും പാവനമായ സങ്കല്പങ്ങളുടെ ആവിഷ്കാരം കൂടിയാണ് ഈ കവിത എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റുന്നവർ അത് ആ പോയിന്റ് ഇവിടെ എഴുതുക. അതുപോലെ വീണപ്പെണ്ണ്, വീണയാകുന്ന പെണ്ണ്, അങ്ങനെയുള്ള സൂചനകൾ. മലയാള തറവാട്, മലയാളത്തിൻ്റെ തറവാട് എന്ന് പറയുന്ന ആ സൂചന. ഓണം അന്നും ഇന്നും എന്ന രീതിയിൽ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാം. ഓണം കാർഷിക സംസ്കാരത്തിൻ്റെ അടയാളമാണ്, സാമ്പത്തിക ഉത്സവമാണ്. ഓണസദ്യ, നാടൻ പൂക്കളമുള്ള പൂക്കളങ്ങളും ഓണക്കോടി, ഓണക്കളികളും. സാമ്പത്തിക പിന്നാക്കാവസ്ഥയുള്ള പണ്ടുകാലത്ത് ഓണക്കാലത്ത് മാത്രമായിരുന്ന പുതുവസ്ത്രങ്ങൾ, ഓണക്കളികൾ, തിരുവാര, തുമ്പിതല, നാടൻ പന്തല്, വള്ളംകളി എന്നിവയെല്ലാം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം മാറി. ഇന്നാണെങ്കിൽ കാർഷിക സമ്പത്ത് നഷ്ടമായ ഭക്ഷ്യധാന്യങ്ങൾക്കും പച്ചക്കറികൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഓണഫങ്ങളെല്ലാം പാക്കറ്റുകളിൽ ലഭിക്കുന്നു. നാടൻ പൂക്കളുടെ സ്ഥാനം അന്യ സംസ്ഥാനം എന്നുള്ളവ കൈയടക്കി എല്ലാ മേഖലകളിലും പോകുക സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം. പുതുവസ്ത്രങ്ങൾ എപ്പോഴും വാങ്ങുന്നു. മനുഷ്യനെ വിപണി നിയന്ത്രിക്കുന്നു. ഓണക്കളികൾ ചാനൽ പരിപാടികൾക്ക് വഴിമാറി. കൂട്ടായ്മ ഇല്ലാതായതിലെ ക്ലബ്ബുകളും മറ്റും ഓണാഘോഷങ്ങൾ ഇല്ലാതായി മാറിയിരിക്കുന്നു. അത് ചിലപ്പോൾ ഒരു താരതമ്യത്തിന് ചോദ്യം ഉണ്ടാവാം. കോഴിയും കഴിവെന്ന ഭാവം സാധാരണക്കാരൻ ജീവിതത്തെ കഥകളിൽ ആവിഷ്കരിച്ച കരുനിഴലപ്പിള്ളിയുടെ കഥയാണ് കോഴിയും കഴിവും. എല്ലാം എൻ്റേതാണെന്ന ലോഭചിന്ത വ്യക്തമാക്കുന്ന ഒരു കഥയാണ്. നാട്ടിൻപുറത്തെ നന്മയും മുഖവും വ്യക്തമാക്കുന്നു. മാർക്കോസും മത്തായിയുടെ അമ്മ എലിച്ചെട്ടത്തി കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങൾ. അതൊന്ന് ഇത്രയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് മാർക്കിന് വേണ്ടി എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാക്കി നമുക്കതൊക്കെ മാറ്റാം. ഇതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പാഠഭാഗമല്ല. അതുപോലെ നമുക്ക് ഇവിടെ മത്തായിയുടെ അമ്മയുടെ സൂചന നമുക്ക് മനസ്സിലാക്കാം. ആ വീട്ടുകാരിടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറെ നിൽക്കുകയാണ്. അത് താമസിയാതെ പൊട്ടാതെ 2 കുടുംബങ്ങൾ തകർന്നു വരാം. അഗ്നിപർവ്വതം പൊട്ടിയിട്ടും കഥ നന്മയിലും പ്രതീക്ഷയും അവസാനിക്കുകയാണ്. പ്രസ്ഥാന കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ കോഴി ഉണ്ടാക്കിയ പോലീസ് കേസ്, മത്തായിയുടെ അമ്മയുടെ നന്മ, അതുപോലെ കുട്ടികളുടെ സ്നേഹം അടുത്ത തലമുറയെക്കുറിച്ചുള്ള പ്രതീക്ഷയാകുന്നു എന്ന് പറയുന്ന പോയിൻ്റൊക്കെ തന്നെ നമുക്ക് അവിടെ എഴുതാം. അതുപോലെ മകനെ മൂട് മറക്കുന്ന പഴഞ്ചൊല്ല് വെച്ചുകൊണ്ട് പിന്നെ മത്തായിയുടെ അമ്മ മകന് കൊടുക്കുന്ന ആ ഒരു സൂചന. അത് ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗം. നിരൂപകനും ചിന്താനുമായ കുറ്റിപ്രവേശനങ്ങളുടെ ലേഖനമാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യൻ്റെ സമഗ്ര വികസനമാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. ഗുരുവിൻ്റെ ദർശനങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന ലേഖനമാണ് എന്നുള്ള സൂചന നമുക്ക് കൊടുക്കാം. പിന്നെ ഭാരതീയ നവോത്ഥാനം ഒരിക്കലും ഉപേക്ഷിക്കാൻ ഒരു കർമ്മവൃത്തി എന്ന് പറയുന്നത് അധകൃത വർക്കോദ്ധാരണമാണ് എന്നുള്ള സൂചന നമുക്കറിയാം. അതുപോലെ പിന്നെ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചാൽ ഈ പോയിന്റിൽ വിട്ടുപോകരുത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളുമാണ് മനുഷ്യവിരുദ്ധയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അധകൃത വർഗത്തിൻ്റെ ഉന്നമനത്തിന് ശ്രമിച്ചു. മനുഷ്യജാതി എന്ന ആശയത്തിൻ്റെ ആദ്യ അവതാരകനാണ്. ലോകം മുഴുവൻ സ്വീകാര്യമായ ഉപദേശങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥൻ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വിശാലനക്കുറിപ്പാണ്. സാമൂഹ്യ പരിഷ്കർത്താവ് നവോത്ഥാന നയനമായ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തങ്ങളിൽ സന്ദേശങ്ങൾ ചൂടെ ചെലവുന്നു. അത് പിന്നെ മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാലും മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ഈ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഉത്തരത്തിലായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കും. പോയിന്റ് നല്ല പോയിന്റുകളാണ്. സന്ദേശങ്ങൾ സമാലിയ പ്രസക്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ ആശയങ്ങൾ എക്കാലത്തും നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന ആശയങ്ങളാണെന്നുള്ള രീതിയിലാണ് നമ്മളതിൻ്റെ ഉത്തരം പിന്നെ എഴുതി വരേണ്ടത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാലും മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളുടെ ഭാഷാപരമായ സവിശേഷ വിഷയം കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചാൽ കുറിക്കൊള്ളുന്ന സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. സൂത്രവാക്യ സദൃശമായവയാണ്. അർത്ഥവിസ്തൃതിയുണ്ട്. ലളിതമായ ഭാഷയാണ്. സാമൂഹ്യ പ്രശ്നങ്ങളെ സംബോധന ചെയ്ത് ഈ ഒരു പോയിന്റുകൾ ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ഇത് ഉപന്യാസ ചോദ്യം വരുന്നതാണ്. ഈ പോയിൻ്റൊക്കെ എഴുതി നമ്മൾ കൺക്ലൂഷൻ പോലെ നമുക്കത് സമർപ്പിക്കാൻ കഴിയുന്ന പോയിൻ്റാണ്. പത്രനീതി എന്ന് പറയുമ്പോൾ നിരൂപകനും പ്രഭാഷകനുമായ സുകുമാർ അഴീക്കോടിൻ്റെ നവയാത്ര എന്ന ഗ്രന്ഥത്തിലെ പത്രങ്ങൾ ഏത് പക്ഷത്തെന്ന ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. പത്രനീതി ഇതൊക്കെ നിങ്ങൾ എഴുതാൻ പറ്റുന്നവർ മാത്രം എഴുതിയാൽ, അല്ലാത്തവർ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു ലേഖനമാണെന്ന് മാത്രം എഴുതിയാൽ മതി.
ബയോനെറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്ന പത്രത്തെയാണെന്നുള്ള അഭിപ്രായം നമുക്കിവിടെ പ്രധാനമായും വരുന്നൊരു ഭാഗം വെച്ചുകൊണ്ടിപ്പം ചോദ്യങ്ങൾ ഉണ്ടാവാം. അത് പത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അതുപോലെ അവിടെ പറയുന്ന ഓസ്കാർ വൈൽഡും പിന്നെ നെപ്പോളിയനും സാമുവൽ ബട്ട്ലറൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ചിലപ്പം മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അത് നിങ്ങൾ കൃത്യമായും പഠിച്ചു വയ്ക്കുക. മുഖപ്രസംഗം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പത്രങ്ങൾക്ക് അനുകൂലം പ്രതികൂലമായ ചില പരാമർശങ്ങളാണ് ഇവിടെ നമുക്ക് പത്രധർമ്മ നിഷേധത്തെക്കുറിച്ച് മുഖപ്രസംഗം തയ്യാറാക്കാൻ ചോദ്യം വന്നാൽ. അനുകൂലമാണെങ്കിൽ നമുക്ക് വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും പത്രം വേണം. പത്രം ലോകത്തെ നമ്മിലേക്ക് എത്തിക്കുന്നത്. പത്രത്തെ എതിർക്കാനും പത്രത്തിനെ ആശ്രയിക്കുന്നത് നമ്മൾ അനുകൂല ഭാവമാണ്. അതിൻ്റെ പ്രതികൂലം എന്ന് പറയുമ്പോൾ പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ പൂർണ്ണമായും സത്യവും നീതിയും പുലർത്തുന്നില്ല. പത്രങ്ങൾക്ക് ദ്രോഹകാരിത്വമുണ്ട്. അസത്യം സത്യമാണെന്ന വ്യാജേന നിരന്തരം പ്രചരിപ്പിക്കുന്ന രീതിയും നമ്മൾ പത്രത്തിൻ്റെ ഒരു ന്യൂനതയായിട്ട് കാണേണ്ടതുണ്ട്. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ഭയപ്പെടുന്നു. ഭയനേക്കാളും മൂർച്ച പത്രത്തിനുണ്ട്. രാഷ്ട്രത്തിൻ്റെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം. അരാജകാവസ്ഥയിലും അതിനെതിരെ പോരാടാനുള്ള ജനങ്ങളുടെ നാവായി പത്രങ്ങൾ ഉണ്ടാകും. പത്രധർമ്മത്തിലേക്ക് ചോദ്യം ചെയ്യങ്ങൾ ഈ പോയിന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. ജനങ്ങൾക്ക് അച്ചടിച്ചതിനോടെല്ലാം അവിശ്വാസം വരുന്ന വിധത്തിൽ അസത്യ ജടിലമാണ് പത്രങ്ങൾ. പത്രവായന ധൂമപാനം പോലെ ദുശീലമാകുന്നു. കാലം കഴിയും തോറും പത്രങ്ങൾ വേണ്ടി ധർമ്മത്തിൽ നിന്ന് അകലും എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ന്യൂനതയായിട്ട് പറയുന്ന ഭാഗങ്ങളാണ്. നവമാധ്യമങ്ങളുടെ സ്വാധീനം ആധുനികകാലത്ത് വിഷയ ഉപന്യാസം തയ്യാറാക്കാൻ ചോദിച്ചാൽ നമുക്ക് ആ ഒരു മാധ്യമവുമായി ബന്ധിപ്പിച്ചുള്ള പോയിന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. വിദ്യാഭ്യാസ രംഗത്തിൽ ഓൺലൈൻ ക്ലാസ് വൈവിധ്യം എന്ന പഠന സാമഗ്രികളെല്ലാം തന്നെ നവമാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ആരോഗ്യരംഗം ആരോഗ്യപരമായിട്ടാണെങ്കിൽ രക്തദാനം, അവയവദാനം, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സാമൂഹ്യ രംഗം നോക്കിയാൽ വാണിജ്യം, ജീവകാരുണ്യം, സൗഹൃദ കൂട്ടായ്മകൾ എന്നിവയിൽ നവമാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സാംസ്കാരിക രംഗം നോക്കുകയാണെങ്കിൽ സാംസ്കാരിക പദങ്ങളുടെ സംരക്ഷണം, സാഹിത്യ കൂട്ടായ്മകൾ, നാട്ടുവിശേഷങ്ങൾ, ഉത്സവങ്ങൾ, ഓൺലൈൻ പത്രങ്ങൾ മുതലായവ നമുക്ക് കാണാൻ കഴിയും. അതായത് നവമാധ്യമങ്ങളുടെ വളർച്ചയും വികാസവും, നവമാധ്യമങ്ങളും സാമൂഹ്യ സേവന രംഗങ്ങളും, നവമാധ്യമങ്ങളും സാംസ്കാരിക രംഗത്തെ പുരോഗമന സാധ്യതകളും, നവമാധ്യമങ്ങളും സാമൂഹിക ബന്ധങ്ങളും എല്ലാം തന്നെ നമുക്കവിടെ സൂചിപ്പിക്കാം. പണയം എന്ന് പറയുമ്പോൾ റേഡിയോ എന്ന മാധ്യമത്തിൻ്റെ ശക്തിയും സ്വാധീനവും വ്യക്തമാക്കുന്ന കഥയാണ് ഈ സന്തോഷ് കുമാറിൻ്റെ പണയം. ചാക്കോയുടെ ജീവിതത്തിൽ റേഡിയോ ചെലുത്തുന്ന സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിത ദുരിതങ്ങളുമാണ് കഥയിൽ പ്രമേയമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത് റേഡിയോ അത് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ചാക്കുണ്ണി കലാകാരനാണ്. അദ്ദേഹം കലയെ സ്നേഹിക്കുന്നു. അതുപോലെ കലാസ്വാദനമാണ്. ചെമ്പത്തിനെതിരാണ്. അദ്ദേഹത്തിന് കലാമൂല്യമില്ല, കലാഹൃദയമില്ല. എല്ലാം വ്യാപാരപരമായി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്ന ഭാഗം. പണയം എന്ന കഥയിൽ റേഡിയോയ്ക്കുള്ള സ്ഥാനമാനത്തിൽ കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം ചിലപ്പോൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. മനുഷ്യ കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ അതിലധികമായി പ്രാധാന്യം ഇവിടെ റേഡിയോ കൊടുക്കുന്നു. ആറാട്ടൊന്നിന് ആദ്യത്തെ റേഡിയോ സ്വന്തമാക്കാൻ ചാക്കുണ്ണി സഹിച്ച കഷ്ടപ്പാടുകൾ. ചാക്കുണ്ണിയുടെ വീട്ടുകാരും നാട്ടുകാർക്കും പ്രിയപ്പെട്ട റേഡിയോ. മകൻ്റെ ചികിത്സയ്ക്ക് റേഡിയോ പണയം വയ്ക്കുന്നു. റേഡിയോ പണയം വെച്ചതിന് ശേഷമുള്ള ചാക്കുണ്ണിയുടെ അവസ്ഥ. മകൻ്റെ വേർപാട് ദുഃഖിക്കുന്ന ചാക്കുണ്ണിക്ക് സാന്ത്വനമാകുന്ന റേഡിയോ ഒരു കഥാപാത്രമായി കൊണ്ടുതന്നെ ചിലപ്പം ചോദിക്കാം. ഒരു യന്ത്രം എന്നതിനപ്പുറം പ്രിയപ്പെട്ട ഒരാളെപ്പോഴും റേഡിയോ ചാക്കുണ്ണിക്ക് ആശ്വാസം പകരുന്നു എന്ന് പറയുന്ന ഭാഗം. അതുപോലെ കഥാപാത്രം വന്ന് ചാക്കുണ്ണിയും ചെമ്പും താരതമ്യം ചോദിച്ചാൽ നമ്മൾ സൂചിപ്പിക്കുക. ആറാട്ടുകുന്നിൽ റേഡിയോ വായിച്ച ആദ്യ വ്യക്തിയാണ് ചാക്കുണ്ണി. തുന്നൽക്കാരാണ്, ദരിദ്രനാണ്, കലാസ്വാദകനാണ്, കുടുംബത്തോടും സഹജീവിയോടും സ്നേഹമുള്ളവനാണ്, തൊഴിൽ ആത്മാർത്ഥത പുലർത്തുന്നവൻ, ജീവിതാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാവാതെ വിഷമിക്കുന്നു. റേഡിയോയെ മക്കൾക്ക് തന്നെ സ്നേഹിക്കുന്നു. മകൻ്റെ ചികിത്സയ്ക്ക് റേഡിയോ പണയം വയ്ക്കുന്നു. റേഡിയോ പണയം വെച്ചതോടെ തൊഴിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. മകൻ്റെ മരണം. മകൻ ഇഷ്ടമുള്ള ബാലമെല്ലാം കേട്ട് ആശ്വസിക്കുന്നു. ചെമ്പുമത്തായി പണത്തിനുള്ള ആർത്തി. സ്വർണ്ണം വരച്ചു നോക്കി മാത്രം പണയം സ്വീകരിക്കുന്നു. മാനുഷ്യ മൂല്യങ്ങൾ പ്രാധാന്യം നൽകുന്നില്ല. മക്കളെ തല്ലി വളർത്തണമെന്ന നിലപാട്. കലകൾക്ക് ജീവിതത്തിൽ സ്ഥാനമില്ല. ചാക്കുണ്ണിയോട് പ്രത്യേക പരിഗണന. അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ. ധനസമ്പാദന മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കാണുന്നവൻ. കഥ ആസ്വാദനത്തിനും പണയം എന്ന കഥയിലെ ആശയം ആഖ്യാന ശൈലി കഥാപാത്രം പരിഗണിച്ച് നമ്മൾ ആസ്വാദനം തയ്യാറാക്കാൻ ചോദ്യങ്ങൾ വരാം. അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ പ്രയാസമില്ലാത്ത ഭാഗമാണ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇനി അമ്മയുടെ എഴുത്തെന്ന് പറയുമ്പോൾ ചൊൽവടിവ് കൊണ്ടും പാരമ്പര്യ മുദ്രകൾ കൊണ്ടും ശ്രദ്ധേയമായ കവിതകളാണ് മനസ്സിലാകേണ്ടത്. മാതൃത്വത്തിൻ്റെ പ്രാധാന്യം, മാതൃഭാഷയുടെ മഹത്വം, പാരമ്പര്യം വിളിച്ചുവന്ന കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ. ഒരു മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃത്വത്തിൻ്റെ പ്രാധാന്യം അത് മറന്നു പോകരുത്. അമ്മയുടെ എഴുത്തുകൾ പകർന്നു നൽകുന്ന അനുഭവങ്ങളാണ് ഇതിൽ വൈകാരികമായി ആവിഷ്കരിക്കുന്നത്. കവിക്ക് അമ്മ ഒരു ഓർമ്മയാണ്, ആദിമ സംഗീതമാണ്. ഈ പോയിന്റിൽ കാണാതെ പഠിച്ചു തന്നെ വയ്ക്കുക. കവിക്ക് അമ്മ ഒരു ഓർമ്മയാണ്, ആദിമ സംഗീതമാണ്. മാതൃഭാഷ എന്ന അമ്മയുമുള്ള പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു കളഞ്ഞ് പോയ കാലത്തിന് മധുരങ്ങൾ കൊതിരുന്ന ശീലം കൂടി നാം മറന്നു തുടങ്ങിയിരുന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും ബൈഹാർട്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ചോദ്യം ഉറപ്പായ പാഠഭാഗത്തു നിന്നുണ്ടാവും. അത് ഒന്ന് ശ്രദ്ധിക്കുക. അമ്മയുടെ അടുത്തുള്ള കവി വിശേഷിപ്പിക്കുന്നത് ചിന്മുദ്രകളായിട്ടാണ്. ചിത്തധിക മുദ്രയാണ് ചിന്മുദ്ര. അത് അമ്മയുടേതായ എഴുത്തുകളൊക്കെ അമ്മയെ തന്നെ
ഇരിക്കട്ടെ എപ്പോഴും. ഈ വരികളിൽ ഔചിത്യം വിശദീകരിച്ച കുറിപ്പ് തയ്യാറാക്കുക. അമ്മ ഓർമ്മകൾ മാത്രമാണ്, എഴുത്തുകൾ വായിക്കാൻ സമയമില്ലായ്മ. ഈ വരിയുടെ ഔചിത്യം, അതായത് അമ്മയായി ഇരുന്ന ബ്രാക്കറ്റിൽ മമ്മിയായി ഇരുന്നാൽ നശിക്കപ്പെടില്ല, കത്തുകൾ നശിപ്പിച്ചു എന്ന കുറ്റബോധം വരില്ല എന്നുള്ള സൂചന. അമ്മതൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ. നന്മകനായി പാർന്ന പാൽമുത്തുകൾ പ്രയോഗഭംഗം കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ കത്ത് അമ്മയുടെ മനസ്സ് ഓർമ്മിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കത്ത് അമ്മയുടെ മനസ്സാണ്. അമ്മിഞ്ഞപ്പാലിൻ്റെ സ്വാതന്ത്ര്യവയ്ക്ക് അമ്മയുടെ ഉള്ളെഴുത്തുകളാണ്. നാളെ ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ? കവിയുടെ ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ വിശാൻ ചെയ്ത് കുറിപ്പ് തയ്യാറാക്കിയപ്പോൾ മോൾ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. പൊരുത്തമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളെ മറന്നുള്ള ജീവിതം, പൈതൃകം കുട്ടികളെ അന്യമാകുന്നു. ഒരു പുറത്തിൽ ഉത്തരം എഴുതുക. നഗരജീവിതത്തോട് പൊരുത്തപ്പെടുമ്പോഴും അമ്മ കിടാവിളൊക്കെ കവിയുടെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നു. ഈ പ്രസ്ഥാനം സാധൂരിക്കുന്ന സന്ദർഭങ്ങൾ പാഠഭാഗം കണ്ടെത്തി എഴുതാൻ പറഞ്ഞ സൂചന. കത്തുകൾ അമ്മയുടെ ചിന്മുദ്രകളാണ്. കത്തുകളിലൂടെ അമ്മ നിറഞ്ഞു നിൽക്കുന്നു. ഓർമ്മകളിലേക്ക് മറിഞ്ഞിട്ട് അമ്മ കുളിർമയെ നിൽക്കുന്നു. ആദിമ സംഗീതമായി അമ്മ മാറുന്നു. അമ്മയുടെ എഴുത്തുകൾ അമ്മയുടെ മാതൃഭാഷയുള്ള സമാലി സമൂഹത്തിൻ്റെ ഹൃദയശൂന്യമായ മനോഭാവത്തിൽ ഉത്കണ്ഠയാണ്. ഈ പ്രസ്താവന വിലയിരുത്തി അമ്മയും മാതൃഭാഷയും സമാലി സമൂഹം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. മാതൃത്വത്തെ മറക്കുന്ന ഇന്നത്തെ തലമുറ നഗരജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, പഴമയ്ക്ക് വിലപിക്കുന്നില്ല, മാതൃഭാഷയുടെ അവഗണന, അന്ധമായ ഇംഗ്ലീഷ് ഭാഷാപ്രേമം, അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ കുഞ്ഞിന് ലഭ്യമാകുന്ന മാതൃഭാഷ അനുഭവമാണ്. ഈ ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാവും. നിങ്ങൾ ഇതിൽ നിന്ന് നമുക്കൊരു വ്യക്തി തോന്നുന്നൊരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടത് മനസ്സിലാക്കി എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ നിന്നും ഏകദേശം വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ക്ലാസ് കേട്ടിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്ത് ടീച്ചർ പറഞ്ഞ പോലെ ഓരോ പാഠം എഴുതിയത് ആരാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രമേയ സൂചന കുറിച്ച് വെച്ചിരുന്ന. നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ എല്ലാവർക്കും കിട്ടുമെന്ന് സംശയമൊക്കെ ഉള്ളവർ ആ രീതിയിൽ എഴുതി കഥാപാത്രങ്ങളൊക്കെ എഴുതി പ്രമേയമൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുപോലെ പൊതിച്ചോറിനുള്ള കഥയുള്ള സ്ഥാനമൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഇതിൽ പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. പിന്നെ പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്ന അവസ്ഥ, ഒരു പിതാവിൻ്റെ നിസ്സഹായാവസ്ഥ, പണത്തിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ പാഴുതുറ ഗ്രാമജനങ്ങളുടെ സ്നേഹബന്ധങ്ങളെല്ലാം തന്നെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായി പരീക്ഷ എഴുതുക, മാർക്ക് കിട്ടേണ്ട രീതിയൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ ചോദ്യവും നമ്മൾ എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഥാപാത്രത്തിൽ നിന്ന് മാറിപ്പോകാതെ എഴുതുക. പിന്നെ ചോദ്യം നമ്മളിട്ട് പോകുന്നത് മാറാതിരിക്കുക. ഇത്രയും കാര്യമാണ് ടീച്ചറിന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം പരീക്ഷ എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. വീണ്ടും നമുക്ക് പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ വിശകലനവുമായി പിന്നെ വീണ്ടും കാണാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.